Hi, good afternoon. Good afternoon. കേൾക്കുന്നില്ലേ? വോയിസ് ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ. ഇന്നലെ നമ്മൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? വായിച്ചു നോക്കില്ലേ? ഇന്നലെ എടുത്ത് വായിച്ചു നോക്കില്ലേ? വായിച്ചു. ഓക്കെ. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്ന ഒരു ജനറ്റിക് മെറ്റീരിയൽ പാസ് ചെയ്യും. അപ്പോഴാണ് നമ്മുടെ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ജനറേഷൻ നിലനിൽക്കുള്ളൂ അല്ലെ? അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മുടെ ഈ സ്പീഷീസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് ചെയ്യുന്നത്, റീപ്രൊഡക്ഷൻ ചെയ്യുന്നത് അല്ലെ? ദാറ്റ് ഈസ് ദ മെക്കാനിസം ബൈ വിച്ച് ത്രെഡ് ഓഫ് ലൈഫ്, അതായത് നമ്മുടെ ജീവന്റെ ത്രെഡ് സുസ്ഥിരമാക്കാനുള്ള ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ജനറ്റിക് മെറ്റീരിയൽ is passed from one generation to another generation. അതായത് ജനറ്റിക് മെറ്റീരിയൽ ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട് അല്ലെ? ആൻഡ് ദസ് മെയിൻറ്റെയിൻ കണ്ടിന്യൂഷൻ ഓഫ് സ്പീഷീസ്, ആ വർഗത്തിന്റെ, ആ സ്പീഷീസിന്റെ കണ്ടിന്യൂഷൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീപ്രൊഡക്ഷൻ ചെയ്യുന്നത്. അതായത് ദാറ്റ് ഈസ് ദ മെക്കാനിസം ബൈ വിച്ച് ത്രെഡ് ഓഫ് ലൈഫ് ഈസ് സസ്റ്റെയിൻഡ്, അതായത് നമ്മുടെ ജീവന്റെ ത്രെഡ് സുസ്ഥിരമാക്കാനുള്ള ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ പ്യൂബർട്ടി ആണ് അല്ലെ? പ്യൂബർട്ടി ഇതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഏജ് അറ്റ് വിച്ച് ഓൾ ഇന്റേണൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് റീച്ച് ദ മെച്യൂരിറ്റി. അത് നമ്മുടെ ഇന്നത്തോട് കൂടിയിട്ട് നമ്മുടെ അനാട്ടമി റിവിഷൻ കഴിയും അല്ലെ? പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് മൺഡേ തൊട്ടിട്ട് കോഗ്നോസി സ്റ്റാർട്ട് ചെയ്യാം, ഫാർമക്കോഗ്നോസി സ്റ്റാർട്ട് ചെയ്യാം. ഫാർമക്കോഗ്നോസി നോട്ട് ഞാൻ കിട്ടാത്തവരും ഉണ്ടായിരിക്കും അല്ലെ? ഓക്കെ, കോഗ്നോസി നോട്ട് ഞാൻ ക്ലാസ് റൂമിൽ ഇടാൻ പറയാം. ഓക്കെ, മോഡൽ എക്സാം ഉണ്ടാവോ? മോഡൽ എക്സാം നമ്മുടെ കോഗ്നോസിയും കൂടി കഴിഞ്ഞിട്ട് വെക്കണ്ടാവുള്ളൂ. വെക്കണ്ടാവും. നമ്മുടെ ഈ നമ്മളിപ്പോ ക്ലാസ് കോഗ്നോസി പറഞ്ഞാൽ അത്ര അധികം ഇല്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. കോഗ്നോസി കഴിഞ്ഞിട്ട് കോഗ്നോസി അധികം പ്രൊവിഷൻസ് ഇല്ല, ഉള്ളതൊക്കെ കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ നമുക്ക് കോഗ്നോസിയും കൂടി കഴിഞ്ഞിട്ട് അതിന്റെ റിവിഷനും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് വെക്കുള്ളൂ, മോഡൽ വെക്കുള്ളൂ. ഓക്കെ, പ്യൂബർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേജ് അറ്റ് വിച്ച് ഓൾ ഇന്റേണൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് റീച്ച് ദ മെച്യൂരിറ്റി, അതായത് നമ്മുടെ എല്ലാ ഇന്റേണൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും മെച്യൂരിറ്റി, പക്വതയിലെത്തുന്ന കാലഘട്ടത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, പ്യൂബർട്ടി എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, ഈ രണ്ടാമത്തെ നെക്സ്റ്റ് പറയുന്നത് നമ്മൾ മെനോപോസ് ആണ്. മെനോപോസ് ഉണ്ടാവണ സ്റ്റേജ് എന്ന് പറയുന്നത് 45 മുതൽ 55 വയസ്സിന്റെ ഉള്ളിലാണ് എന്ത് നടക്കുന്നത്, മെനോപോസ് നടക്കുന്നത്. ഓക്കെ, ആൻഡ് മാർക്കിംഗ് ദി എൻഡ് ഓഫ് ചൈൽഡ് ബിയറിംഗ് പീരീഡ്, അതായത് ഈ 45-55 വയസ്സാവുന്ന സമയത്ത് ഈ മെനോപോസ് ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ പീരീഡ്സ് ആവുന്നത് നമ്മൾ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ, ഓക്കെ, സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബേബീനെ ബിയർ ചെയ്യാൻ പറ്റില്ല അല്ലെ? നമ്മൾ പ്രഗ്നന്റ് ആവില്ല. ഓക്കെ, ഓർ ഇറ്റ് മീൻസ് പെർമനന്റ് സെസേഷൻ ഓഫ് മെൻസസ്, അങ്ങനെ എന്ത് ചെയ്യും, നമ്മുടെ ആർത്തവം സ്റ്റോപ്പ് ആയി പോകും. ഈ കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെനോപോസ് എന്ന് പറയുന്നത്. മെനോപോസ് എന്താന്ന് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓവുലേഷൻ ആണ്. ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് മെച്ചുറേഷൻ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഗ്രാഫിയൻ ഫോളിക്കിൾ മെച്ചുർ ആവും, എന്നിട്ട് എന്ത് ലിബറേറ്റ് ചെയ്യും? ലിബറേഷൻ എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യാന്ന് പറയില്ലേ, ആ മീനിങ് ആണ് ലിബറേഷൻ വരുന്നത് കേട്ടോ. ആൻഡ് ലിബറേഷൻ ഓഫ് ഓവം ഈസ് ടേംഡ് ആസ് ഓവുലേഷൻ. എന്നിട്ട് എന്താണ്, ഓവം എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. അതായത് ഗ്രാഫിയൻ ഫോളിക്കിള് മെച്ചുവർ ആയിട്ട് ഓവത്തിനെ റിലീസ് ചെയ്യും. ഈ പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓവുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ ഓവുലേഷൻ?
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫെർട്ടിലൈസേഷൻ ആണ്. ഫെർട്ടിലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് സ്പെർമാറ്റോസോവ വിത്ത് ഓവം വിച്ച് നോർമലി ടേക്സ് പ്ലേസ് ഇൻ ആംബ്യുളാർ പാർട്ട് ഓഫ് ദി ഫെല്ലോപ്പിയൻ ട്യൂബ്യൂൾ. അതായത് നമ്മുടെ സ്പെർമാറ്റോസോവ, അതായത് മെയിൽ ഗാമേറ്റായ സ്പേമും ഫീമെയിൽ ഗാമേറ്റായ ഓവം തമ്മിൽ എന്ത് ചെയ്യും, ഫ്യൂസ് ചെയ്യും അല്ലെ. ഫ്യൂസ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ് ഫ്യൂഷൻ നടക്കുന്നത്? ആംബ്യുളാർ പാർട്ട് ഓഫ് ദി ഫെല്ലോപ്പിയൻ ട്യൂബ്യൂൾ. ഫെല്ലോപ്പിയൻ ട്യൂബിന്റെ ആംബ്യുളാർ പാർട്ടിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഫ്യൂഷൻ നടക്കുന്നത് അല്ലെ. ഈ ഫ്യൂഷൻ നടക്കുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫെർട്ടിലൈസേഷൻ ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ ആണ്. ഓക്കെ, മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ ആണ്. ദ പീരിയോഡിക് ഡിസ്ചാർജ് ഓഫ് ബ്ലഡ്, ഓവം, മ്യൂക്കസ് ആൻഡ് സെല്ലുലാർ ഡെബ്രിസ് ഫ്രം uterus to vagina at about 28 days interval is called menstruation. അതായത് നമ്മുടെ അത് പീരിയോഡിക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രത്യേക കാലയളവിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് അല്ലെ. പ്രത്യേക ഗ്യാപ്പ് ഇടവിട്ടിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ പീരിയോഡിക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മെൻസ്ട്രേഷൻ നടക്കുന്നത് എത്രയാ? 28 ദിവസം കൂടുമ്പോഴാണ്. സാധാരണ ഏകദേശം ഒരു 28 ദിവസമാണ് അതിന്റെ കണക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ 28 ദിവസത്തിനുള്ളിൽ ഏകദേശം ഒരു 28 ദിവസം ആകുമ്പോൾ എന്ത് ചെയ്യും? ദ പീരീഡ് ഓഫ് ഡിസ്ചാർജ് ഓഫ് ബ്ലഡും ഓവം, മ്യൂക്കസും സെല്ലുലാർ ഡെബ്രിസ് ഒക്കെ യൂട്രസിൽ നിന്നും എവിടേക്ക് എത്തും? വജൈന വഴി പുറത്തേക്ക് വരും. ഇത് 28 ദിവസത്തെ കാലയളവിലാണ് ഇത് സംഭവിക്കുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, ഇനി പാർട്സ് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്സുകളാണ് പറയുന്നത്. ഫസ്റ്റത്തെ ടെസ്റ്റിസ് ആണ്, എപ്പിഡിഡൈമിസ് ആണ്, വാസ് ഡിഫറൻസ് ആണ്, ഇജാക്കുലേറ്ററി ഡക്റ്റ് ആണ്, പെനിസ്, യുറേത്ര, എക്സസറി സെക്സ് ഗ്ലാൻഡ്, സെമിനൽ വെസിക്കിൾസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, കൗപ്പസ് ഗ്ലാൻഡ്. ഇതൊക്കെയാണ് എന്ത് വരുന്നത്? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്സ് വരുന്നത്. ഏതൊക്കെയാണ്? ടെസ്റ്റിസ് വരുന്നുണ്ട്, എപ്പിഡിഡൈമിസ് വരുന്നുണ്ട്, പിന്നെ വാസ് ഡിഫറൻസ് വരുന്നുണ്ട്, ഇജാക്കുലേറ്ററി ഡക്റ്റ് വരുന്നുണ്ട്, പെനിസ് വരുന്നുണ്ട്, പിന്നെ യുറേത്ര വരുന്നുണ്ട്, ആക്സസറി സെക്സ് ഗ്ലാൻഡ്സ്, സെമിനൽ വെസിക്കിൾസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്സ്, കൗപ്പസ് ഗ്ലാൻഡ്സ്. ഓക്കെ, ഇത്രയൊക്കെയാണ് എന്ത് വരുന്നത്? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്സ് വരുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്സ് വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ടെസ്റ്റിസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നോട്ട് കാണിച്ചു തരാത്ത എന്റെ ഫോണിന് ഒരു കംപ്ലൈന്റ് ഉണ്ട്. നമുക്ക് തിങ്കളാഴ്ച ആകുമ്പോഴേക്കും സെറ്റ് ആക്കാം കേട്ടാ. ഫോണൊന്ന് താഴ്ത്തു വീണ്ടായേ, കംപ്ലൈന്റ് ഉണ്ട്. സ്ക്രീൻ ഷെയർ കാണിക്കാത്തേട്ടാ. ഓക്കെ, തിങ്കളാഴ്ച തൊട്ട് സെറ്റ് ആക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ടെസ്റ്റിസ് ആണ് പറയുന്നത്. ദീസ് ആർ 2 ഓവൽ ഷേപ്ഡ് ബോഡീസ്. ഈ ടെസ്റ്റിസ് എന്ന് പറയുന്നത് 2 ഓവൽ ഷേപ്പ് ഉള്ള ബോഡീസ് ആണ്. 1 on each side is in the scrotum. ഓക്കെ, അതായത് ഇതെന്ന് പറയുന്നത് എന്താ? ഓവൽ ഷേപ്പ് ഉള്ള ബോഡീസ് ആണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത് അല്ലെ. 1 on each side in the scrotum. സ്ക്രോട്ടത്തിന്റെ ഓരോ സൈഡിലും ആയിട്ടുള്ള സ്ക്രോട്ടം ഇതുണ്ട്. ടെസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണ്? സ്ക്രോട്ടത്തിന്റെ 2 സൈഡിലും ഉള്ള ഓവൽ ഷേപ്പ് ഉള്ള ബോഡീസ് ഉണ്ടായിരിക്കും, 2 എണ്ണം. ഓക്കെ, ഇതിനാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ, ഈ ടെസ്റ്റിസ് എന്ന് പറയുന്നത് 2 ഓവൽ ഷേപ്ഡ് ബോഡീസ്, 1 on each side in the scrotum. സ്ക്രോട്ടത്തിന്റെ ഓരോ സൈഡിലും ഓരോന്നുണ്ടാവുന്ന. ഓക്കെ, 2 സൈഡാണ് സ്ക്രോട്ടത്തിനുള്ളത്. അപ്പൊ 2 സൈഡിലും ഓരോന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഷേപ്പ് വരുന്നത് ഓവൽ ഷേപ്പ് ആണ് വരുന്നത്. ഇതാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ദ സ്ക്രോട്ടം ഹെൽപ്സ് ഇൻ റെഗുലേഷൻ ഓഫ്, സ്ക്രോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും വൃഷ്ണസഞ്ചി എന്ന് പറയും. ഓക്കെ, മലയാളത്തിൽ വൃഷ്ണസഞ്ചി എന്നാണ് പറയാ സ്ക്രോട്ടത്തിന്. ഓക്കെ, ദ സ്ക്രോട്ടം ഹെൽപ്സ് ഇൻ റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ ഫോർ ടെസ്റ്റിസ്. സ്ക്രോട്ടം എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? നമ്മുടെ ടെസ്റ്റിസിന്റെ ബോഡി, അതാണ് പറയുന്നത്. സ്ക്രോട്ടം ഹെൽപ്സ് ഇൻ റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ ഫോർ ടെസ്റ്റിസ്. നമ്മുടെ ടെസ്റ്റിസിന്റെ ബോഡി ടെമ്പറേച്ചർ, ടെസ്റ്റിസിന്റെ പോർഷനിലെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? സ്ക്രോട്ടം സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ദ മസിൽസ് ഓഫ് സ്ക്രോട്ടം എയ്തർ കോണ്ടാക്ട് ഓർ റിലാക്സ്. നമ്മുടെ സ്ക്രോട്ടത്തിലത്തെ മസിൽസ് ഒന്നിക്ക് കോൺട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യും? റിലാക്സ് ചെയ്യും അല്ലെ. എന്തിനനുസരിച്ചിട്ടാണ്? ഇൻ റെസ്പോൺസ് ടു കോൾഡ് ആൻഡ് ടെമ്പറേച്ചർ, കോൾഡ് ആൻഡ് വാം, in order to maintain optimum temperature for formation of spermatozoa. അതായത് നമ്മുടെ ചൂടിനനുസരിച്ചും തണുവിനനുസരിച്ചും സ്ക്രോട്ടം എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രാക്ട് ചെയ്യും ചെയ്യുന്നുണ്ട്, റിലാക്സ് ചെയ്യും ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? സ്ക്രോട്ടം പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ, ഒരു അനുയോജ്യമായ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്?
മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ സ്ക്രോട്ടം ഒപ്റ്റിമം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ ഈ ഒപ്റ്റിമം ടെമ്പറേച്ചറിലാവുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുക, സ്പെർമാറ്റോസോവ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതാണ് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ആ ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. നമ്മുടെ ഈ സ്ക്രോട്ടത്തില് ദീസ് ആർ ഈ ടെസ്റ്റിസ് എന്ന് പറയുന്നത് 2 ഓവൽ ഷേപ്പ് ഉള്ള ബോഡീസ് ആണ്. അത് സ്ക്രോട്ടത്തിൽ 2 സൈഡിലും കാണപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത്. സ്ക്രോട്ടം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നമ്മുടെ ടെസ്റ്റിസിലെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രോട്ടം സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്, നമ്മുടെ സ്ക്രോട്ടത്തിലത്തെ മസിൽസ് എന്ത് ചെയ്യുന്നുണ്ട്, റിലാക്സ് ചെയ്യുന്നുണ്ട്, കോൺട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ കോൺട്രാക്ട് റിലാക്സ് ചെയ്യുന്നത് എന്തിനനുസരിച്ചിട്ടാണ്, കോൾഡിനും വാംത്തിനും, അതായത് ചൂടിനും തണവിനും അനുസരിച്ചിട്ടാണ് ഇങ്ങനെ കോൺട്രാക്ട് റിലാക്സ് ചെയ്യുന്നത്. പിന്നെന്താ പറയുന്നത്, നെക്സ്റ്റ് പറയുന്നത് ഇതെന്തിനാണ് ഇങ്ങനെ ഒപ്റ്റിമം ടെമ്പറേച്ചർ, ഈ സ്ക്രോട്ടം എന്തിനാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ചാൽ സ്പേമിന്റെ ഫോർമേഷന് വേണ്ടിയിട്ടാണ്. ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ മാത്രമാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, സ്പേം പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ സ്പെർമാറ്റോസോവ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, the process of spermatogenesis is better when the temperature of testis is less than 3 degrees Celsius than നോർമൽ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ സാധാരണ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും ടെസ്റ്റിസിൽ 3 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും ടെമ്പറേച്ചർ താഴുന്ന സമയത്ത് മാത്രമാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, സ്പെർമാറ്റോജനസിസ് നടക്കുള്ളൂ. സ്പെർമാറ്റോജനസിസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പെർമാറ്റോജനസിസ് എന്ന് പറയുന്നത് അല്ലെ. സ്പെർമാറ്റോജനസിസ് നടക്കുന്നത് നമ്മുടെ സാധാരണ ബോഡി ടെമ്പറേച്ചറിനേക്കാളും 3 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും നമ്മുടെ ടെസ്റ്റിസിലെ ടെമ്പറേച്ചർ കുറയണ സമയത്താണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സ്പെർമാറ്റോജനസിസ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ ടെസ്റ്റിസിന്റെ ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ടെസ്റ്റിസ് പ്രൊഡ്യൂസ് സ്പെർമാറ്റോസോവ. ഓക്കെ, അതായത് ടെസ്റ്റിസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്പെർമാറ്റോസോവ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതായത് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏത് പ്രോസസ്സ് വഴിയാണ്, സ്പെർമാറ്റോജനസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയാണ് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് പറയുന്നത് ടെസ്റ്റിസ് പ്രൊഡ്യൂസ് സ്പെർമാറ്റോസോവ. ടെസ്റ്റിസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സ്പെർമാറ്റോസോവനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ബൈ ദ പ്രോസസ് ഓഫ് സ്പെർമാറ്റോജനസിസ്. സ്പെർമാറ്റോജനസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെ ഫലമായിട്ടാണ് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടെസ്റ്റിസ് സെക്രീറ്റ് ദ ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റിസ് ഒരു ഹോർമോണും കൂടി സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഹോർമോണിന്റെ പേരാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി സ്പെർമാറ്റോസൂൺ അല്ലെങ്കിൽ സ്പേം എന്താ നോക്കാം നമുക്ക്. സ്പെർമാറ്റോസൂണിന്റെ ഒരു വേറെ പേരാണ്, സ്പേമിന്റെ ഒരു വേറെ പേരാണ് സ്പെർമാറ്റോസൂൺ എന്നുള്ളത്. ഈ സ്പേം എന്ന് പറയുന്നത് എന്താ, മുട്ടയിൽ ചലിക്കുന്ന ഒരു ലിവിങ് മെയിൽ ഗാമേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, സ്പേം എന്ന് പറയുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്, സെമിനിഫറസ് ട്യൂബ്യൂൾ ഓഫ് ദ ടെസ്റ്റിസിലുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾ ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പെർമാറ്റോജനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പേം എന്ന് പറയുന്നത് ചലിക്കുന്ന ഒരു ജീവനുള്ള ഒരു മെയിൽ ഗാമേറ്റ് ആണ് സ്പേം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ടെസ്റ്റിസിലെ സെമിനിഫറസ് ട്യൂബ്യൂളിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏത് പ്രോസസ്സിന്റെ ഫലമായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ സ്പെർമാറ്റോജനസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെ ഫലമായിട്ടാണ് സ്പേം ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ സ്പേമിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. സ്പേമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് സ്പെർമാറ്റോസോൺ. സ്പേമിന്റെ ലെങ്ത് വരുന്നത് 55 to 65 മ്യൂ ആണ് വരുന്നത്. ലെങ്ത് വരുന്നത് എത്രയാ പറയുന്നത്, 55 മുതൽ 65 മ്യൂ വരെയാണ് അതിന്റെ ലെങ്ത് വരുന്നത്. ഇതിന് മെയിൻ ആയിട്ട് 4 ഭാഗങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിന്റെ ഹെഡ് വരുന്നുണ്ട്, നെക്ക് വരുന്നുണ്ട്, ബോഡി വരുന്നുണ്ട്, ടെയിൽ വരുന്നുണ്ട്. ഈ ടെയിലിനെ തന്നെ നമ്മൾ 2 പീസായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ പീസ് എന്നും ടെയിൽ പീസ് എന്നും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി അതിന് നമ്മൾ ഹെഡ് നോക്കാം. ഹെഡിൽ എന്തുണ്ട്, ഹെഡ് സ്പേമിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആണ്, പരന്നിട്ടാണ് അല്ലെ. കൺസിസ്റ്റ് ഓഫ് ഇതിൽ എന്തും കൂടി ഉണ്ട്, ന്യൂക്ലിയസും കൂടി ഉണ്ട്. ന്യൂക്ലിയസ് ഈസ് കവേർഡ് അറ്റ് ആന്റീരിയർ എൻഡ്. ന്യൂക്ലിയസിനെ കവേർഡ് ചെയ്തിട്ട് ഒരു ആന്റീരിയർ എൻഡ് പോർഷൻ ഉണ്ട് അല്ലെ. ആന്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താ, മുൻഭാഗത്തുള്ളൊരു മുൻഭാഗത്തൊരു ഭാഗമുണ്ട്. ആ ഒരു അതായത് ആന്റീരിയർ നമ്മുടെ ഇതിൽ എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനെ കവർ ചെയ്തിട്ട് ഒരു അക്രോസോമൽ ക്യാപ്പ് ഉണ്ട്. ഈ അക്രോസോമൽ ക്യാപ്പ് എവിടെയാണ് കാണപ്പെടുന്നത്, ആന്റീരിയർ എൻഡിലാണ് കാണപ്പെടുന്നത്. അക്രോസോമൽ ക്യാപ്പ് എവിടെയാണ് കാണപ്പെടുന്നത്, ആന്റീരിയർ എൻഡിലാണ് കാണപ്പെടുന്നത്. നമ്മൾ ഇന്നലെ പിക്ചർ കണ്ടപ്പോൾ കണ്ടായിരുന്നു അല്ലെ, അക്രോസോമൽ ക്യാപ്പ് കണ്ടിരുന്നു പിക്ചറിൽ അല്ലെ. അക്രോസോമൽ ക്യാപ്പ് പ്രൊഡ്യൂസസ് ആൻ എൻസൈം. അക്രോസോമൽ ക്യാപ്പ് ഒരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ എൻസൈമിന്റെ പേരാണ് ഹയാലുറോണിഡേസ് എന്ന് പറയുന്നത്. ഓക്കെ,
ഹയാലുറോണിഡേസ്. അക്രോസോമൽ ക്യാപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ് ഹയാലുറോണിഡേസ് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എഗ് മെംബ്രെയിനെ ഡിസോൾവ് ചെയ്യുന്നുണ്ട്. എഗ് മെംബ്രെയിനെ ഡിസോൾവ്, എഗ് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ഓവത്തിലുള്ള മെംബ്രെയിൻ ആണ് അല്ലെ. ഓവത്തിന്റെ പുറമെ ഒരു മെംബ്രെയിൻ, ഒരു കവറിങ് പോലെ ഒരു മെംബ്രെയിൻ ഉണ്ട്. ഈ മെംബ്രെയിനെ ഡിസോൾവ് ചെയ്യിക്കാൻ ആർക്ക് കഴിയും? ഹയാലുറോണിഡേസ് എന്ന് പറഞ്ഞ എൻസൈമിന് കഴിയും. അപ്പൊ ഈ എഗ് മെംബ്രെയിനിലുള്ള അതായത് നമ്മുടെ ഓവത്തിലുള്ള എഗ് മെംബ്രെയിൻ ഉണ്ടല്ലോ, എഗ് മെംബ്രെയിനെ ഡിസോൾവ് ചെയ്തിട്ട് ഈ ഓവത്തിലേക്ക് സ്പേം പെനിട്രേറ്റ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് നെക്കാണ്. നെക്ക് ഒരു ചെറിയൊരു പോർഷൻ ആണ് അല്ലെ. ഇന്നലെ നമ്മൾ പിക്ചർ കണ്ടപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ പോർഷൻ ആണ് നെക്ക് വരുന്നത്. ഇറ്റ് കണക്ട്സ് ഹെഡ് ടു ദി മിഡിൽ പീസ്. ഇത് ഹെഡിനെയും മിഡിൽ പീസിനെയും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു പോർഷൻ ആണ്. മിഡിൽ പീസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സ്പെർമിന്റെ ബോഡീനെയാണ് കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് ടു ദി ബോഡി. ഇറ്റ് കണക്ട്സ് ദ ഹെഡ് ടു ദി മിഡിൽ പീസ്. അതായത് മിഡിൽ പീസിനെയും ഹെഡിനെയും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ ആണ് നെക്ക് എന്ന് പറയുന്നത്. ഇത് ഈ ഷോർട്ട് ആൻഡ് വീക്ക്. ഇത് വളരെ ചെറുതാണ്, ബലക്കുറവ്, അതായത് അത്ര ബലമുള്ളതല്ല. വീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ പറയാ, അത്ര സ്ട്രോങ് അല്ല. ഓക്കെ, ഇത് കണ്ടെയ്ൻ സെൻട്രിയോൾ. ഇതിൽ എന്തും കൂടി ഉണ്ട്? സെൻട്രിയോൾ എന്ന് പറഞ്ഞൊരു പോർഷനും കൂടി ഉണ്ട്. അതായത് ചെറിയ ചെറിയ ഹോൾ പോലത്തെ നമ്മളെ പിക്ചറിൽ കണ്ടിട്ടുണ്ടായിരുന്നു സെൻട്രിയോൾസ് അല്ലെ. നെക്കിന്റെ പോർഷനിൽ ഒരു സെൻട്രിയോൾ, ഒരു ഹോൾ ഉണ്ട്, സെൻട്രിയോൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന പാർട്ട് എന്ന് പറയുന്നത് ബോഡിയാണ്. ബോഡിയിൽ എന്തുണ്ട്? ഫിബ്രിൽസിന്റെ റിങ്ങുകൾ ഉണ്ട്. റിങ്ങുകൾ, ഓക്കെ, നാരുപോലെ പോലത്തെ ഒരു റിങ്ങുകൾ പോലെ, ചെറിയ റിങ്ങുകൾ പോലെ നമുക്ക് ചെറുതായിട്ട് കാണാം. പിന്നെന്താണ്? അതിന്റെ കൂടെ തന്നെ ഒരു ഷീത്ത് കാണപ്പെടുന്നുണ്ട്, ഒരു കവറിങ് അല്ലെ. കവറിങ് ഷീത്ത് ഉണ്ട്. ആൻഡ് റെപ്രസെന്റ്സ് മൈറ്റോകോൺട്രിയ. ഇത് ആരെയും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്? മൈറ്റോകോൺട്രിയനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ടെയിലാണ്. ടെയില്, സ്പെർമിന്റെ ടെയിലിന് രണ്ട് പോർഷനാണ് മെയിൻ ആയിട്ടുള്ളത്. പ്രിൻസിപ്പൽ പീസും ഉണ്ട്, മിഡിൽ പീസും ഉണ്ട്. ഓക്കെ, പ്രിൻസിപ്പൽ പീസ് നോക്കാം. ഇറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് പോർഷൻ ഓഫ് ദി ടെയിൽ. ടെയിലിന്റെ ലോങ്ങസ്റ്റ് പോർഷൻ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? പ്രിൻസിപ്പൽ പീസ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഈ സ്പെർമിന്റെ ടെയിലിന്റെ ഏറ്റവും വലിയ നീളം കൂടിയ പോർഷൻ ആണ് പ്രിൻസിപ്പൽ പീസ് എന്ന് പറയുന്നത്. ഇതിന്റെ ലെങ്ത് വരുന്നത് 42 മുതൽ 50 മ്യൂ വരെയാണ്. ഇറ്റ് ഈസ് വിത്തൗട്ട് മൈറ്റോകോൺട്രിയൽ ഷീത്ത്. ഇതിന് എന്തില്ല? മൈറ്റോകോൺട്രിയൽ ഷീത്ത് ഇല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തെ പോർഷൻ പറയുന്നത് ടെയിൽ പീസ് ആണ്. ടെയിൽ പീസ് എന്ന് പറയുന്നത് എന്താ? വളരെ ചെറുതാണ്, സ്ലെൻഡർ ആണ്. അതായത് ഏറ്റവും കനം കുറഞ്ഞു വന്നിട്ട് തുമ്പ് ഇത്തിരി കനല്ലാണ്ട് നിൽക്കില്ലേ, അങ്ങനത്തെ ഒരു പോർഷൻ ആണ് സ്ലെൻഡർ എന്ന് പറഞ്ഞാൽ. ആ ഷേപ്പിനെയാണ് നമ്മൾ സ്ലെൻഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഷോർട്ട് ആണ്, സ്ലെൻഡർ ആണ്, ആൻഡ് അബൌട്ട് 5 to 10 മ്യൂ ഇൻ ലെങ്ത്. ഏകദേശം ഒരു 5 മുതൽ 10 മ്യൂ വരെയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ഇറ്റ് ഹാസ് ടിപ്പിക്കൽ അപ്പിയറൻസ് ഓഫ് ഫ്ലാജെല്ലം. ഇതിന് ഫ്ലാജെല്ലം എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഫ്ലാജെല്ലം എന്ന് പറഞ്ഞൊരു മൈക്രോ ഓർഗാനിസം ഉണ്ട്. അതിന്റെ പോലത്തെ ഒരു സാധാരണ രൂപമാണുള്ളത്. ഫ്ലാജെല്ലത്തിന്റെ പോലത്തെ ഒരു രൂപമാണുള്ളത്. ആൻഡ് കൺസിസ്റ്റ് ഓഫ് മൈക്രോ ട്യൂബ്യൂൾസ് സറൗണ്ടഡ് ബൈ പ്ലാസ്മാലമ. ഇതിലെന്തുണ്ട്? മൈക്രോ ട്യൂബ്യൂൾസ് ഉണ്ട്. മൈക്രോ ട്യൂബ്യൂൾസിനെ സറൗണ്ട് ചെയ്തിട്ട്, ചുറ്റപ്പെട്ടിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? പ്ലാസ്മാലമ എന്ന് പറഞ്ഞൊരു പോർഷൻ കാണപ്പെടുന്നുണ്ട്. ഈ പ്ലാസ്മാലമ ദാറ്റ് കവേഴ്സ് ദ എൻഡയർ സ്പേം. എൻഡയർ സ്പേമിനെ മുഴുവനായിട്ട് കവർ ചെയ്തിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? പ്ലാസ്മാലമ എന്ന് പറഞ്ഞ പോർഷൻസ് കാണപ്പെടുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് സെമൻ ആണ്. സെമൻ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ആണ്. സെമൻ നോക്കൂ. സെമൻ ഈസ് എ ഫ്ലൂയിഡ് ഇജാക്കുലേറ്റഡ് ഫ്രം യുറേത്ര ഓഫ് മെയിൽ ഡ്യൂറിങ് കോയിറ്റസ്. ഓക്കെ, സെമൻ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ആണ്. ഇത് ഇജാക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്? മെയിലിന്റെ യുറേത്രയാണ് ഇത് ഇജാക്കുലേറ്റ് ചെയ്യുന്നത്. എന്തിന്റെ ഫലമായിട്ടാണ്? കോയിറ്റർ ആണ്. ഓക്കെ, കോയിറ്റസ് മീൻസ് സെക്ഷൽ സ്റ്റിമുലേഷൻ. സെക്ഷൽ സ്റ്റിമുലേഷന്റെ ഫലമായിട്ട് മെയിൽസിന്റെ, പുരുഷന്മാരിലുള്ള യുറേത്രയാണ് എന്ത് ഇജാക്കുലേറ്റ് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സെക്രീറ്റ് ചെയ്യുന്നത്? സെമൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് സെമൻ എന്ന് പറയുന്നത് വളരെ തിക്ക് ആയിട്ടുള്ള, കട്ടി കൂടിയ വൈറ്റിഷ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ്. വിച്ച് ഈസ് എ വെരി വിസ്കസ് ഇൻ നാച്ചുർ. ഇതിന്റെ ഇത് കാണാൻ എങ്ങനെയാണ്? ഇതിന്റെ ടെക്സ്ചർ വെച്ചാൽ ഇത് വളരെ വിസ്കസ് ആണ്, കട്ടി കൂടുതലാണ് അല്ലെ. ഇറ്റ് ഈസ് ലൈറ്റ്ലി ആൽക്കൈലാണ്. ഇത് നേരിയ തോതിൽ എന്താണ്? ആൽക്കൈലാണ്, ആൽക്കലൈൻ ആണ്. പിന്നെന്താ പറയുന്നത്? ഇതിന്റെ pH വരുന്നത് ഏകദേശം 7.4 ആണ് ഇതിന്റെ pH വരുന്നത്. ഓക്കെ, സെമൻ എന്ന് പറയുന്നത് എന്താ? ഒരു ഫ്ലൂയിഡ് ആണ്.
ഇത് കോയിറ്റസിന്റെ ഫലമായിട്ട്, അതായത് സെക്ഷൽ സ്റ്റിമുലേഷന്റെ ഫലമായിട്ട് മെയിൽസിന്റെ യുറേത്ര എന്ന് പറഞ്ഞ പോർഷനാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സെക്രീറ്റ് ചെയ്യുന്നത്, സെമൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെമൻ എന്ന് പറയുന്നത് വളരെ തിക്ക് ആയിട്ടുള്ള കട്ടി കൂടിയ വൈറ്റിഷ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. ഇതിന്റെ വിസ്കസ് നേച്ചർ ആണുള്ളത്, കട്ടി കൂടിയതാണ്. അല്ലെ, ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ആൽക്കലൈൻ. ഇതെന്ന് പറയുന്നത് നേരിയ തോതിൽ ആൽക്കലൈൻ ആണ്. ഇതിന് ഏകദേശം ഇതിന്റെ pH വരുന്നത് 7.4 ആണ് വരുന്നത്. ഇനി നമ്മൾ സെമന്റെ കോമ്പോസിഷൻസ് ആണ്, സെമനിൽ എന്തൊക്കെ ഘടകങ്ങളാണ് സെമനിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സെമൻ ഈസ് കമ്പോസ്ഡ് ഓഫ്, സെമനിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, സ്പെർമാറ്റോസോവ. ഫസ്റ്റ് അടങ്ങിയിട്ടുള്ളത് എന്താണ്, സ്പെർമാറ്റോസോവ അടങ്ങിയിട്ടുണ്ട്. അതാണ് പറയുന്നത് സ്പെർമാറ്റോസോവ ഇൻ ടെസ്റ്റിസ്. ഓക്കെ, ടെസ്റ്റിസിലുള്ള സ്പെർമാറ്റോസോവ അടങ്ങിയിട്ടുണ്ട് സെമനിൽ. പിന്നെന്താണ്, സെമിനൽ വെസിക്കിൾസിൽ നിന്നുള്ള വിസ്കസ് ഫ്ലൂയിഡ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ സെക്രീഷൻസ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ കൗപ്പസ് ഗ്ലാൻഡിന്റെ സെക്രീഷൻസ് അടങ്ങിയിട്ടുണ്ട്. പിന്നെന്താണ്, മ്യൂക്കസ് സെക്രീറ്റഡ് ബൈ ഗ്ലാൻസ് ഉൽപ്പാദിപ്പിക്കുന്ന മ്യൂക്കസും കൂടി അടങ്ങിയിട്ടുണ്ട്. ഇത്രയും കോമ്പോസിഷൻസ് എന്തിൽ അടങ്ങിയിട്ടുണ്ട്, സെമനിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫങ്ഷൻസ് ഓഫ് സെമൻ ആണ്. സെമന്റെ ഫങ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ, സെമന്റെ ധർമ്മങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് സ്പെർമാറ്റോസോവ. ഈ സെമനിൽ എന്താ അടങ്ങിയിട്ടുണ്ട്, സ്പെർമാറ്റോസോവ അടങ്ങിയിട്ടുണ്ട്. വിച്ച് ആർ ടു ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ഫീമെയിൽ വജൈന ഡ്യൂറിങ് കോയിറ്റസ്. അതായത് സെക്ഷൽ സ്റ്റിമുലേഷൻ നടക്കുന്ന സമയത്ത് മെയിൽസ് ഫീമെയിൽസിന്റെ വജൈന വഴി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് സ്പെർമാറ്റോസോവ. ഓക്കെ, ഈ സ്പെർമാറ്റോസോവ എവിടെയുള്ളത്, സെമനിലാണ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്. ഈ സെമനിൽ എന്തുണ്ട്, സ്പേം ഉണ്ട്. ഈ സ്പേമിനെ കോയിറ്റസ് നടക്കുന്ന സമയത്ത്, അതായത് സെക്ഷൽ സ്റ്റിമുലേഷൻ നടക്കുന്ന സമയത്ത് മെയിൽസ് ഫീമെയിൽസിന്റെ വജൈനയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് പറയുന്നത് ആഫ്റ്റർ ഇജാക്കുലേഷന് ശേഷം, ഇജാക്കുലേഷൻ ഓഫ് സെമന്റെ ഇജാക്കുലേഷന് ശേഷം ദ ഇൻഡിവിജ്വൽ സാറ്റിസ്ഫൈസ് ഫുൾ സെക്ഷൽ പ്രഷർ. അതായത് രണ്ട് വ്യക്തികൾക്ക് എന്ത് കിട്ടും, സെക്ഷൽ പ്രഷർ കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്യൂബർട്ടി ആണ്. പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ എന്താ, ഈസ് ദി ഏജ് ഓഫ് മെച്ചൂരിറ്റി അറ്റ് വിച്ച് ഓൾ ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് റീച്ച് ടു ദി മെച്ചൂരിറ്റി. അതായത് എന്താ, പ്യൂബർട്ടി എന്ന് പറയുന്നത് ഒരു കാലഘട്ടമാണ് അല്ലെ, ഒരു പ്രായത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണ് പ്യൂബർട്ടി എന്ന് പറഞ്ഞത്. ഈ പ്യൂബർട്ടി കാലയളവിലാണ് എന്തുണ്ടാവുക, നമ്മുടെ എല്ലാ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും എന്തിലെത്തും, മെച്ചൂരിറ്റിയിലെത്തും. മെച്ചൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, പക്വതയിലെത്തും അല്ലെ, പൂർണ്ണ വളർച്ച എത്തിയിട്ട് ആ പക്വതയിലെത്തുന്ന കാലഘട്ടമാണ്. ഓക്കെ, നമ്മുടെ എല്ലാ ഇന്റേണൽ ഓർഗൻസും പക്വതയിലെത്തിയിട്ട് എത്തുന്ന കാലഘട്ടത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്യൂബർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ കേസ് ഓഫ് മെയിൽ, അതായത് പുരുഷന്മാരിലാണെങ്കിൽ പ്യൂബർട്ടി നടക്കുന്നത് ഏത് വയസ്സിന്റെ ഇടയിലാ, 10 മുതൽ 14 വയസ്സ് വരെയുള്ള കാലയളവിലാണ്. പുരുഷന്മാരിലാണെങ്കിൽ അതാണ് പറയുന്നത്. ഇൻ കേസ് ഓഫ് മെയിൽസിലാണെങ്കിൽ പ്യൂബർട്ടി നടക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ്, 10 മുതൽ 14 വയസ്സിന്റെ ഇടയിലാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ദ ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ സെക്രീറ്റഡ് ഇൻ ദ സ്റ്റേജ് ഇൻഫ്ലുവൻസസ് ദ ഡെവലപ്മെന്റ് ഓഫ് ബോഡി ടു സെക്ഷൽ മെച്ചൂരിറ്റി. അതായത് ദ ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ സെക്രീറ്റഡ് ഇൻ ദി സ്റ്റേജ് ഇൻഫ്ലുവൻസസ് ദ ഡെവലപ്മെന്റ് ഓഫ് ബോഡി ടു സെക്ഷൽ മെച്ചൂരിറ്റി. അതായത് ഈ പ്യൂബർട്ടി കാലഘട്ടത്തിലാണ് എന്ത്, ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിനെ സെക്രീറ്റ് ചെയ്യുക. ഓക്കെ, അതായത് അപ്പോഴാണ് എന്ത് ചെയ്യുക, ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്വാധീനിക്കുക. ഓക്കെ, സെക്രീറ്റഡ് ഇൻ ദി സ്റ്റേജ്, അതായത് ഈ പ്യൂബർട്ടി കാലഘട്ടത്തിലാണ് മെയിൽസിലെ ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക, സെക്രീറ്റ് ചെയ്യുക. അതാണ് പറയുന്നത് ഇൻ ദി സ്റ്റേജ് ഇൻഫ്ലുവൻസസ് ദ ഡെവലപ്മെന്റ് ഓഫ് ബോഡി ടു സെക്ഷൽ മെച്ചൂരിറ്റി. അതായത് ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഈ 10-14 വയസ്സിന്റെ ഉള്ളിൽ മെയിൽസ് എന്ത് ചെയ്യും, പ്യൂബർട്ടി സ്റ്റേജ് അല്ലെ, പ്രായപൂർത്തിയാവും, പ്യൂബർട്ടി സ്റ്റേജിലെത്തും അല്ലെ. ഈ സ്റ്റേജിലാണ് മെയിൽസിൽ എന്ത് ഉൽപ്പാദിപ്പിക്കുക, ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക. ഇത് എന്താണ്, ഇതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും, നമുക്ക് പുരുഷന്മാരിൽ എന്തുണ്ടാവും, സെക്ഷുവൽ മെച്ചൂരിറ്റി കൂടി ഉണ്ടാവും. ഓക്കെ, ഇത്രയാണ് അതിൽ പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ദ ചേഞ്ചസ് വിച്ച് ഒക്കർ അറ്റ് പ്യൂബർട്ടി ഇൻ മെയിൽസ്. ഓക്കെ, പ്യൂബർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രായപൂർത്തിയായ കാലഘട്ടത്തിലെ മെയിൽസിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ,
എന്തൊക്കെ ഉണ്ടാവുന്ന നോക്കാം. ഗ്രോത്ത് ഓഫ് മസിൽസ് ആൻഡ് മാർക്കഡ് ഇൻക്രീസസ് ഇൻ ഹൈറ്റ് ആൻഡ് ബോഡി വെയിറ്റ്. ഗ്രോത്ത് നടക്കും അല്ലെ. എന്തൊക്കെ ഗ്രോത്ത് ചെയ്യും? മസിൽസിന്റെ ഗ്രോത്ത് നടക്കും. ഓക്കെ, മസിൽസിന്റെ ഗ്രോത്ത് നടക്കും. ഈ മസിൽസിന്റെ ഗ്രോത്ത് നടക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ കൂടും. ഓക്കെ, പുരുഷന്മാരിൽ ഹൈറ്റും വെയിറ്റും ഒക്കെ കൂടും. രണ്ടാമത്തെ പറയുന്നത് എന്താ? എൻലാർജ്മെന്റ് ഓഫ് ലാരിങ്സ്. ഓക്കെ, ലാരിങ്സിന്റെ വലിപ്പം കൂടും. ആൻഡ് ഡീപ്പിംഗ് ഓഫ് വോയിസ് ബ്രേക്സ്. ലാരിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, നമ്മുടെ കഴുത്തിന്റെ ആ ഭാഗമാണ് ലാരിങ്സ്. നമ്മൾ കണ്ടിട്ടില്ലേ? റെസ്പിറേറ്ററി സിസ്റ്റം പഠിച്ചത് ഓർമ്മയില്ലേ? ലാരിങ്സിന്റെ പോർഷൻ ഓർമ്മയില്ലേ? ഉണ്ട്. ഓക്കെ. ലാരിങ്സ് എൻലാർജ് ചെയ്യും. എൻലാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? വലിപ്പം കൂടും അല്ലെ. വലിപ്പം കൂടും. എന്നിട്ട് എന്ത് ചെയ്യും? ആൻഡ് ഡീപ്പിംഗ് ഓഫ് വോയിസ് ബ്രേക്സ്. അവരെ സൗണ്ട് തന്നെ മാറും അല്ലെ. വോയിസിന്റെ സൗണ്ട് തന്നെ മാറും. ഗ്രോത്ത് ഓഫ് ഹെയർസ് ഓൺ ഫേസ്. ഫേസിൽ ഗ്രോത്ത്, ഹെയർസിന്റെ ഗ്രോത്ത് ഉണ്ടായിരിക്കും. ഫേസിൽ മാത്രമല്ല, ചെസ്റ്റിൽ ഉണ്ടാവും, അബ്ഡോമെനിലും. പിന്നെ പ്യൂബിസ് എന്ന് പറഞ്ഞ പോർഷൻ അറിയാലോ. പ്യൂബിസിലൊക്കെ എന്തുണ്ടാവും? ഹെയറിന്റെ ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾ ഫോർത്ത് പോയിന്റ് നമ്മൾ പറയുന്നത് എൻലാർജ്മെന്റ് ഓഫ് പെനിസ്. പെനിസിന്റെ വലിപ്പം കൂടും. സ്ക്രോട്ടത്തിന്റെ ആയാലും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ ആയാലും ഒക്കെ വലിപ്പം കൂടും. ഏതിന്റെയൊക്കെ പറയുന്നത്? പെനിസിന്റെ പറയുന്നുണ്ട്. സ്ക്രോട്ടത്തിന്റെ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ ഒക്കെ വലിപ്പം കൂടും. പിന്നെന്താ പറയുന്നത്? മെച്ചുറേഷൻ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് സ്പെർമാറ്റോസോവ. അതായത് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ മെച്ചുറേഷൻ ഉണ്ടാവും. ഓക്കെ, സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ത് ചെയ്യും? മെച്ചുവർ ആവും. ഓക്കെ, മെച്ചുവർ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് പൂർണ്ണ വളർച്ചയിലെത്തും അല്ലെ. സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ത് ചെയ്യും? മെച്ചുവർ ആവും. എന്നിട്ട് മെച്ചുവർ ആയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യും. സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പെർമാറ്റോസൂണിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇത്രയും പോയിന്റ് ക്ലിയർ അല്ലേ? ക്ലിയർ. പിന്നെ അത് മാത്രല്ല, ഇജാക്കുലേഷൻ ഓഫ് സെമിൻ. എന്താടാ? പിന്നെ നെക്സ്റ്റ് ലാസ്റ്റത്തെ ആറാമത്തെ പോയിന്റ് പറയുന്നത് ഇജാക്കുലേഷൻ ഓഫ് സെമിനൽ ഫ്ലൂയിഡ്. സെമിനൽ ഫ്ലൂയിഡും കൂടി ഇജാക്കുലേറ്റ് ചെയ്യും. ഇജാക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള അർത്ഥം കേട്ടോ. ഓക്കെ, അതാണ് പറയുന്നത്. ഇജാക്കുലേഷൻ ഓഫ് സെമിനൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത്രയും ചേഞ്ചസ് ആണ് എന്തുണ്ടാവുന്നത്? പ്യൂബർട്ടി കാലഘട്ടത്തിൽ മെയിൽസിന് ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് വസ്തുത്വമൊന്നുമില്ല. മസിൽസിന്റെ വലിപ്പം കൂടും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഹൈറ്റും വെയിറ്റ് ഒക്കെ കൂടും. പിന്നെ ലാരിങ്സിന്റെ വലിപ്പം കൂടും. അതിന്റെ ഫലമായിട്ട് നമ്മുടെ സൗണ്ടിൽ വ്യത്യാസം വരും നമ്മൾ പറഞ്ഞു. പിന്നെന്താണ്? നമ്മുടെ ഫേസിലായാലും ചെസ്റ്റിലായാലും അബ്ഡോമനിലായാലും പ്യൂബിസിലൊക്കെ എന്തുണ്ടാവും? നമ്മുടെ ഹെയറിന്റെ ഗ്രോത്ത് ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ആ പോർഷൻസ് ആണ് പറയുന്നത്. പെനിസ് വരുന്നുണ്ട്, സ്കോട്ടം വരുന്നുണ്ട്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഇതൊക്കെ എന്ത് ചെയ്യും? എൻലാർജ് ചെയ്യും അല്ലെ. എൻലാർജ് ചെയ്യാന്ന് എന്താ? വലിപ്പം കൂടും. നെക്സ്റ്റ് നമ്മൾ എന്താ പറയുന്നത്? സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ മെച്ചുറേഷൻ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ? സെമിനിഫറസ് ട്യൂബ്യൂള് മെച്യൂർ ആവും, പക്വത, പൂർണ്ണ വളർച്ചയിലെത്തും അല്ലെ. പൂർണ്ണ വളർച്ചയിലെത്തുന്നതിന്റെ ഫലമായിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സ്പെർമാറ്റോസോവ പ്രൊഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് ഇജാക്കുലേഷൻ ഓഫ് സെമിനൽ ഫ്ലൂയിഡ് എന്ത് ചെയ്യും? എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സെമിനൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇത്രയൊക്കെയാണ് പ്യൂബർട്ടി കാലഘട്ടത്തിൽ മെയിൽസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് ഈ പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ ഫീമെയിൽസിന്റെ യൂട്രസിന്റെ കാര്യമാണ് പറയുന്നത്. യൂട്രസിന്റെ കേസ് ആണ് പറയുന്നത്. യൂട്രസ് ഈസ് എ തിക്ക് മസ്കുലാർ പിയർ ഷേപ്ഡ് ബാഗ്. ഓക്കെ, യൂട്രസ് എന്ന് പറയുന്നത് കട്ടി കൂടിയ മസ്കുലാർ പിയർ ഷേപ്ഡ്. ഓക്കെ, പിയർ ഷേപ്ഡ്. നമ്മൾ ആ യൂട്രസിന്റെ പിക്ചർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. യൂട്രസിന്റെ പിക്ചർ കണ്ടിട്ടില്ലേ? പിയർ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത്? യൂട്രസ് എന്ന് പറയുന്നത്. ഇത് എന്തിന്റെ ഇടയിലായിട്ടാണ് ഈ യൂട്രസ് കാണപ്പെടുന്നത്? സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ യൂറിനറി ബ്ലാഡറിന്റെയും രക്തത്തിന്റെയും ഇടയിൽ കാണുന്ന പിയർ ഷേപ്ഡ് ആയിട്ടുള്ള തിക്ക് മസ്കുലാർ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്, ബാഗ് ആണ് എന്തെന്ന് പറയുന്നത്? യൂട്രസ് എന്ന് പറയുന്നതാണ് പറയുന്നത്. യൂട്രസ് ഈസ് എ തിക്ക് മസ്കുലാർ, കട്ടി കൂടിയ മസ്കുലാർ പിയർ ഷേപ്ഡ് ആയിട്ടുള്ള ബാഗ് ആണ് എന്തെന്ന് പറയുന്നത്? യൂട്രസ് എന്ന് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് യൂറിനറി ബ്ലാഡറിന്റെയും രക്തത്തിന്റെയും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് മെഷേഴ്സ് അബൌട്ട് 8 സെന്റിമീറ്റർ ഇൻ ലെങ്ത്. ഇതിന് എത്ര സെന്റിമീറ്റർ ലെങ്ത് വരുന്നത്? 8 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. 5 സെന്റിമീറ്റർ ആണ് അതിന്റെ ബ്രെഡ്ത്ത് വരുന്നത് അല്ലെ, വീതി വരുന്നത്. ഓക്കെ, നീളം എത്ര വരുന്നത്? 8 സെന്റിമീറ്ററും വീതി വരുന്നത് 5 സെന്റിമീറ്ററും. ഇതിന്റെ തിക്ക്, കട്ടി വരുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 2 സെന്റിമീറ്റർ ആണ് ഇതിന്റെ കട്ടി വരുന്നത്. ഇത് കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്. ഈ യൂട്രസിന് തന്നെ എത്ര പാർട്സ് ഉണ്ട്? 3 ഭാഗങ്ങൾ ഉണ്ട് അല്ലെ. ഫണ്ടസ് വരുന്നുണ്ട്, ബോഡി വരുന്നുണ്ട്, പിന്നെ സെർവിക്സ് എന്ന് പറഞ്ഞ പോർഷൻ വരുന്നുണ്ട്. ഏതൊക്കെ വരുന്നത്? ഫണ്ടസ് വരുന്നുണ്ട്, ബോഡി വരുന്നുണ്ട്, സെർവിക്സ് വരുന്നുണ്ട്. ഫണ്ടസ് എന്താ നോക്കാം. ഇറ്റ് ഈസ് എൻ അപ്പർ ഡോം ഷേപ്ഡ് പാർട്ട് ഓഫ് യൂട്രസ്. ഓക്കെ,
യൂട്രസിന്റെ മുകൾ ഭാഗത്തിന്റെ ഒരു ഡോം ഷേപ്പ് ആയിട്ടുള്ള, ഓക്കെ, യൂട്രസിന്റെ ആ മുകൾ ഭാഗം നോക്കിയാൽ അറിയാം, ഓക്കെ, അതിന്റെ ഒരു ഷേപ്പ്. ഇറ്റ് ഈസ് ആൻ അപ്പർ ഡോം ഷേപ്ഡ് പാർട്ട് ഓഫ് യൂട്രസ്. യൂട്രസിന്റെ മുകൾ ഭാഗത്തുള്ള ഒരു ഡോം ഷേപ്പിലുള്ള ഒരു അപ്പർ പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, ഫണ്ടസ് എന്ന് പറയുന്നത്. ബോഡി എന്ന് പറഞ്ഞാൽ അറിയാലോ, അതിന്റെ മിഡിൽ പോർഷൻ ആണ് എന്ത് വരിക, ബോഡി വരിക. അതിന്റെ മിഡിൽ പോർഷൻ ആണ് എന്ത് വരിക, ബോഡി വരിക. ഇറ്റ് ഈസ് മിഡിൽ പാർട്ട് ഓഫ് യൂട്രസ്. യൂട്രസിന്റെ ഒരു മിഡിൽ പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന പോർഷൻ എന്ന് പറയുന്നത് സെർവിക്സ് ആണ് വരുന്നത്. സെർവിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ ലോവർ പാർട്ട് ഓഫ് യൂട്രസ്. യൂട്രസിന്റെ ഒരു ലോവർ താഴ്ഭാഗത്തുള്ളൊരു യൂട്രസിന്റെ താഴ്ഭാഗമുള്ള പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത്, സെർവിക്സ് എന്ന് പറയുന്നത്. വിച്ച് ഓപ്പൺസ് ഇൻ ടു വജൈന. ഇത് വജൈനയിലേക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ബൈ എക്സ്റ്റേണൽ ഓയസ്. അതായത് നമ്മുടെ എക്സ്റ്റേണൽ ഓയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഹ്യ ഓയസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, യോനിയിലേക്ക്, അതായത് നമ്മുടെ വജൈനയിലേക്ക് തുറക്കുന്ന നമ്മുടെ ഗർഭാശയത്തിന്റെ ഒരു, നമ്മുടെ യൂട്രസിന്റെ ഒരു താഴത്തെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, സെർവിക്സ്. ഓക്കെ, അതായത് നമ്മുടെ ഈ സെർവിക്സ് എന്ന് പറയുന്നത് എന്താ, വജൈനയിലേക്ക് ഓപ്പൺ ചെയ്തിട്ടുള്ള നമ്മുടെ യൂട്രസിന്റെ ഒരു പാർട്ടാണ് സെർവിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ദ വോൾസ് ഓഫ് യൂട്രസ് കൺസിസ്റ്റ് ഓഫ് 3 layers. നമ്മുടെ യൂട്രസിന്റെ വോൾസിന് 3 layers ആണുള്ളത്. ഏതൊക്കെയാ വരുന്നത്, പെരിമെട്രിയം വരുന്നുണ്ട്, മയോമെട്രിയം വരുന്നുണ്ട്, എൻഡോമെട്രിയം വരുന്നുണ്ട്. യൂട്രസിന് മെയിൻ ആയിട്ട് 3 layers ആണ് ഉള്ളത്. ഓക്കെ, ഏതൊക്കെയാ വരുന്നത്, പെരിമെട്രിയം വരുന്നുണ്ട്, മയോമെട്രിയം വരുന്നുണ്ട്, പിന്നെ എൻഡോമെട്രിയം വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ആ നെക്സ്റ്റ് നമുക്ക് യൂട്രസിന്റെ ഫംഗ്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ് സ്പേസ് ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എംബ്രയോ. അതായത് എംബ്രയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ സ്പേമും ഓവും തമ്മിൽ ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഭ്രൂണം ഫോം ചെയ്യുമല്ലോ. ഓക്കെ, രണ്ടും കൂടിയുള്ള ഓക്കെ, അതായത് ഈ എംബ്രയോ, ഓക്കെ, ഭ്രൂണം എന്ന് പറയും നമ്മള്, അതിന്റെ ഗ്രോത്ത് ഫോം ചെയ്യുന്നത് തന്നെ നമുക്കറിയാം. ബേബി അല്ലെ, ബേബി ഫോം ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്, യൂട്രസിൽ വെച്ചിട്ടാണ് അല്ലെ. അതാണ് പറയുന്നത്, ഇറ്റ് പ്രൊവൈഡ് സ്പേസ് ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എംബ്രയോ. എംബ്രയോന്റെ ഗ്രോത്തിനെയും വളർച്ചയ്ക്കും അതിന്റെ വികാസത്തിനും, ഓക്കെ, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ വളർച്ച എങ്ങനെ വികാസം പ്രാപിച്ച് വലുതായി വലുതായി വരുമല്ലോ. ഓക്കെ, അതിന്റെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും നൽകുന്ന സ്പേസ് ആണ് എന്തെന്ന് പറയുന്നത്, യൂട്രസ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ് സ്പേസ് ഫോർ, ഇത് നൽകുന്നുണ്ട് സ്ഥലം, ഇത് സ്പേസ് അനുവദിക്കുന്നുണ്ട് അല്ലെ, എന്തിനു വേണ്ടിയിട്ട്, എംബ്രയോന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റും ഒക്കെ വേണ്ടിയിട്ട് സ്പേസ് അനുവദിക്കുക എന്നുള്ളതാണ് ആരുടെ ധർമ്മം എന്ന് പറയുന്നത്, യൂട്രസിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് പ്ലേസ് ആൻ ആക്റ്റീവ് റോൾ ഇൻ മെൻസ്ട്രേഷൻ. ഇതിനെന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്, മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന് വളരെ ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് ആണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് പ്ലേസ് ആൻ ആക്റ്റീവ് റോൾ ഇൻ മെൻസ്ട്രേഷൻ. മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന് നമ്മുടെ യൂട്രസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് റിസീവ്സ് ഫെർട്ടിലൈസ്ഡ് ഓവം. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഫെർട്ടിലൈസ്ഡ് ഓവത്തിനെ സ്വീകരിക്കുന്നുണ്ട്. ഇറ്റ് റിസീവ്സ് ഫെർട്ടിലൈസ്ഡ് ഓവം. ഫെർട്ടിലൈസ് ചെയ്ത ഓവത്തിനെ ഇത് നമ്മുടെ യൂട്രസ് സ്വീകരിക്കുന്നുണ്ട്. ആൻഡ് അലോസ് ഫോർ ഇംപ്ലാന്റേഷൻ. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇംപ്ലാന്റ് ചെയ്യുന്നുണ്ട്, സ്ഥാപിക്കുന്നുണ്ട്. ഓക്കെ, യൂട്രസിൽ ഫെർട്ടിലൈസ് ചെയ്ത ഓവത്തിനെ സ്വീകരിച്ചിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ തന്നെ ഇംപ്ലാന്റ് ചെയ്യുന്നുണ്ട്, അവിടെ സ്ഥാപിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നാലാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് എക്സ്പെൽ ദ ഫീച്ചേഴ്സ് ബൈ കോൺട്രാക്ഷൻ. അതായത് നമ്മുടെ പൂർണ്ണ വളർച്ചയെത്തിയ ബേബീനെ എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട്, അതായത് കോൺട്രാക്ഷൻ ഒരു കമ്പനം പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ബേബീനെ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് വെക്കുന്നുണ്ട് അല്ലെ, എക്സ്പെൽ ചെയ്യുന്നുണ്ട്, പുറന്തള്ളുന്നുണ്ട്. അതാണ് പറയുന്നത് ഇറ്റ് എക്സ്പെൽസ് ദ ഫീച്ചേഴ്സ് ബൈ കോൺട്രാക്ഷൻ. കോൺട്രാക്ഷന്റെ ഫലമായിട്ട് ബേബീനെ എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്, യൂട്രസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഇറ്റ് റിസീവ്സ് സ്പേം ഡ്യൂറിങ് കോയിറ്റസ്. ഓക്കെ, അതായത് നമ്മുടെ സെക്ഷൽ സ്റ്റിമുലേഷന്റെ ഫലമായിട്ട് എന്ത് റിസീവ് ചെയ്യുന്നുണ്ട്, സ്പേമിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് റിസീവ് ചെയ്യുന്നത് ആരാണ്, യൂട്രസ് ആണ് അല്ലെ. അതായത് സെക്ഷൽ കോയിറ്റസിന്റെ ഫലമായിട്ട് സ്പേമിനെ റിസീവ് ചെയ്യുന്നത് ആരാണ്, യൂട്രസ് ആണ്. വജൈന വഴി എത്തുന്നുണ്ട് അല്ലേ. ക്ലിയർ അല്ലേ പോർഷൻ? റിപ്പീറ്റ് ചെയ്യണോ, ഒന്നുകൂടി പറയണോ? വേണ്ട, ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഓവറീസ് ആണ്. ഓവറീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്.
ഓവറീസ് ആർ ടു ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആണ്. അതായത് ഓവറീസ് എന്ന് പറയുന്നത് ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ് അല്ലെ. ഇതെന്താണ്, രണ്ടെണ്ണം, ഓവറി രണ്ടെണ്ണം ഉണ്ട് അല്ലെ. ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? നിയർ ദ കിഡ്നി. ഓക്കെ, കിഡ്നിയുടെ അടുത്താണ്. ഇൻ എയ്തർ സൈഡ് ഓഫ് യൂട്രസ്. യൂട്രസിന്റെ രണ്ട് സൈഡും കിഡ്നിയുടെ അടുത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഓവറീസ് അല്ലെ. നമ്മൾ പിക്ചറിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, ഓവറീസ് ആർ ടു. ഓവറീസ് എത്ര ഉണ്ട്? രണ്ടെണ്ണം ഉണ്ട്. ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ് എന്തെന്ന് പറയുന്നത്? ഓവറി എന്ന് പറയുന്നത്. ഇത് കിഡ്നിയുടെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കിഡ്നിയുടെ അടുത്ത് മാത്രമല്ല, നമ്മുടെ യൂട്രസിന്റെ രണ്ട് സൈഡായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? ഓവറി കാണപ്പെടുന്നുണ്ട്. ഈച്ച് ഓവറി അറ്റാച്ച് ടു ദി യൂട്രസ്. ഓക്കെ, ഓരോ ഓവറിയും ആരെയായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്? യൂട്രസിനെ ആയിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. ബൈ ആൻ ഒവേറിയൻ ലിഗ്മെന്റ്. ഓക്കെ, ഈച്ച് ഓവറി ഈസ് അറ്റാച്ച് ടു ദി യൂട്രസ്. ഓരോ ഓവറിയും യൂട്രസിനെ ആയിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഒവേറിയൻ ലിഗ്മെന്റ് ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, ഇനി ഓവറീസിന്റെ ഫങ്ഷൻസ് നോക്കാം നമുക്ക്. ഓവറീസ് ഹെൽപ്സ് ഇൻ ഫോർമേഷൻ, ഡെവലപ്മെന്റ് ആൻഡ് ലിബറേഷൻ ഓഫ് ഓവം. ഓവറീസ് എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? ഓവം നമ്മുടെ ഫീമെയിൽ ഗാമേറ്റ് ആണ് അല്ലെ. ഫീമെയിൽ ഗാമേറ്റ് ആണ് ഓവം എന്ന് പറയുന്നത് അല്ലെ. ഇത് ഫോം ചെയ്യുന്നത് ആരാണ്? ഫോം ചെയ്യിപ്പിക്കുന്നത് ആരാണ്? ഓവറീസിലാണ് അല്ലെ. ഓവറീസിലാണ് ഇതിന്റെ ഫോർമേഷൻ നടക്കുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വികാസം പ്രാപിക്കുന്നത് ഇത് ഓവറിയിൽ വെച്ചിട്ട് തന്നെയാണ്. എന്നിട്ട് ഈ ഓവറി തന്നെയാണ് അതിനെ എന്ത് ചെയ്യുന്നത്? റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്നത് അല്ലെ. അതാണ് പറയുന്നത് ഓവത്തിനെ, ഈ ഓവറിയുടെ ഫംഗ്ഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഓവറിയാണ് എന്ത് ചെയ്യുന്നത്? ഓവത്തിനെ ഫോം ചെയ്യിപ്പിക്കുന്നതും അത് ഡെവലപ്പ് ചെയ്യുന്നതും പിന്നെ അവിടെ നിന്ന് അതിനെ ലിബറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നതും ആര് തന്നെയാണ്? ഓവറി തന്നെയാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഈസ്ട്രോജൻ ബൈ ഗ്രാഫിയൻ ഫോളിക്കിൾ. ഓക്കെ, ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഈസ്ട്രോജന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഗ്രാഫിയൻ ഫോളിക്കിളിലൂടെ. ഓക്കെ, ഗ്രാഫിയൻ ഫോളിക്കിൾ വഴി ഈസ്ട്രോജന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ഓവറി സഹായിക്കുന്നുണ്ട്. അതായത് ഗ്രാഫിയൻ ഫോളിക്കിൾ വഴി നമ്മുടെ ഈസ്ട്രോജൻ എന്ന് പറഞ്ഞ ഈസ്ട്രോജന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ഓവറി സഹായിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് പ്രൊജസ്ട്രോൺ ബൈ കോർപ്പസ് കലോസം. ഓക്കെ, അതായത് കോർപ്പസ് കലോസം. ഓക്കെ, കോർപ്പസ് കലോസം വഴി എന്താണ് നമ്മുടെ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ഓവറീസ് സഹായിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് ഓവറീസ് ഹെൽപ്സ് ഇൻ. ഓവറീസ് സഹായിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട്? പ്രൊഡക്ഷൻ ഓഫ് പ്രൊജസ്ട്രോണിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. കോർപ്പസ് കലോസം വഴി പ്രൊജസ്ട്രോണിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ഓവറി സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫീമെയിൽസിൽ ഉണ്ടാവുന്ന പ്യൂബർട്ടി ആണ് അല്ലെ. ഫീമെയിൽസിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പ്യൂബർട്ടിയിൽ ഫീമെയിൽസിന്റെ കേസാണ് രണ്ടാമതായിട്ട് പറയുന്നത് നമ്മൾ. ഇറ്റ് ഈസ് ദി ഏജ് അറ്റ് വിച്ച് ഓൾ ഇന്റേണൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ് പറയുന്നത് അല്ലെ. എല്ലാ ഇന്റേണൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും മെച്ചൂരിറ്റിയിൽ എത്തുന്ന കാലഘട്ടത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്യൂബർട്ടി എന്ന് പറയുന്നത് അല്ലെ. അത് ഗേൾസിലാണെങ്കിൽ പ്യൂബർട്ടി നടക്കുന്നത് 10 മുതൽ 14 വയസ്സ് വരെയാണ്. ഓക്കെ, പ്യൂബർട്ടി നടക്കുന്നത് സ്ത്രീകളിലാണെങ്കിൽ അല്ലെങ്കിൽ ഗേൾസിലാണെങ്കിൽ പ്യൂബർട്ടി നടക്കുന്നത് ഒരു 10 മുതൽ 14 വരെയാണ്. ഓക്കെ, പുരുഷന്മാരിൽ നമ്മൾ ബോയ്സിൽ ഇതേ സെയിം ഏജ് തന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലെ. 10 മുതൽ 14 വയസ്സിന്റെ ഉള്ളിലാണ് എന്ത് നടക്കുന്നത്? പ്യൂബർട്ടി നടക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് മാർക്ക്ഡ് ബൈ ഓൺസെറ്റ് ഓഫ് മെൻസ്ട്രേഷൻ. ഈ പ്യൂബർട്ടി എത്തിക്കഴിഞ്ഞാൽ ഗേൾസിൽ എന്ത് സ്റ്റാർട്ട് ചെയ്യും? മെൻസ്ട്രേഷൻ, ആർത്തവം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? പ്യൂബർട്ടി ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഒബ്സർവ്ഡ് ഇൻ ഫീമെയിൽ ഡ്യൂറിങ് പ്യൂബർട്ടി. ഓക്കെ, പ്യൂബർട്ടിയിലെത്തിയ ഫീമെയിൽസിൽ ഉണ്ടാവുന്ന ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, ശാരീരികപരമായിട്ട് സ്ത്രീകളിൽ എന്തൊക്കെ വ്യത്യാസമാണ് ഉണ്ടാവുക പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. ഓൺസെറ്റ് ഓഫ് മെൻസ്ട്രേഷൻ ആൻഡ് ഓവുലേഷനും മെൻസ്ട്രേഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റത്തെ പോയിന്റിലാണ് പറയുക. ഓക്കെ, ഫസ്റ്റത്തെ പോയിന്റിൽ അതാണ് പറയുന്നത്. ഓൺസെറ്റ് ഓഫ് മെൻസ്ട്രേഷൻ ആൻഡ് ഓവുലേഷനും മെൻസ്ട്രേഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പറയുന്നത് എൻലാർജ്മെന്റ് ഓഫ് വജൈന
ആൻഡ് ബ്രസ്റ്റിന്റെയും വജൈനയുടെ ഒക്കെ വലുപ്പം കൂടുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഗ്രോത്ത് ഓഫ് ആക്സിലറി ആൻഡ് പ്യൂബിക് ഹെയർസ്. ഓക്കെ, ആക്സിലറി എന്ന് പറഞ്ഞാൽ എന്താ, കക്ഷാണ് കേട്ടോ. കക്ഷത്തിന്റെ ഹെയർസും പ്യൂബിക് ഹെയർസും, പ്യൂബിക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഫ്രണ്ട് പോർഷൻ ആണ് വരുന്നത് കേട്ടോ. പ്യൂബിക് ഹെയർസും ആക്സിലറി ഹെയർസ് ഒക്കെ എന്ത് ചെയ്യും, അതിന്റെ ഗ്രോത്ത് ഉണ്ടാവും. നെക്സ്റ്റ് നമ്മൾ ഫോർത്ത് പോയിന്റ് പറയുന്നത് മെച്ചുറേഷൻ ഓഫ് ഓവറീസ്. ഓവറീസിന്റെയും യൂട്രസിന്റെയും യൂട്ടറിൻ ട്യൂബ്സിന്റെ ഒക്കെ മെച്ചുറേഷൻ നടക്കും. ഓക്കെ, അതൊക്കെ എന്ത് ചെയ്യും, പൂർണ്ണ വളർച്ചയിലെത്തും, മെച്ചുവർ ആവും, പക്വത കൈവരിക്കും. ഓക്കെ, അതാണ് പറയുന്നത് മെച്ചുറേഷൻ ഓഫ് ഓവറീസ്. ഓവറീസിന്റെയും യൂട്രസിന്റെയും യൂട്ടറിൻ ട്യൂബ്സിന്റെ ഒക്കെ എന്ത് സംഭവിക്കും, മെച്ചുറേഷൻ നടക്കും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫിഫ്ത്ത് പോയിന്റ് ആണ് ഇൻക്രീസ് ഇൻ റേറ്റ് ഓഫ് ഗ്രോത്ത് ഇൻ ഹൈറ്റ്. ഓക്കെ, അതായത് എന്താണ്, ഗ്രോത്ത് വളർച്ച കൂടുന്നതിന്റെ ഫലമായിട്ട് എന്തോ കൂടും, ഹൈറ്റ് കൂടും അല്ലെ. അതാണ് പറയുന്നത് ഇൻക്രീസസ് ഇൻ റേറ്റ് ഓഫ് ഗ്രോത്ത് ഇൻ ഹൈറ്റ്. വളർച്ച കൂടുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ഹൈറ്റും കൂടും. ആൻഡ് വൈഡനിങ് ഓഫ് പെൽവിസ്. പെൽവിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇടുപ്പ് പോർഷൻ ആണ് അല്ലെ. ഇടുപ്പിന്റെ പോർഷൻ ആണ് പെൽവിസ് എന്ന് പറയുന്നത്. അത് വൈഡൻ ചെയ്യും, കുറച്ചും കൂടി വികാസം പ്രാപിക്കും. ഓക്കെ, വൈഡ് ആവും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ പറയുന്നത്, ഇൻക്രീസ്ഡ് ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ് ഇൻ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂല് വന്നിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യണതിന്റെ അളവ് കൂടും. അതാണ് പറയുന്നത് ഇൻക്രീസ്ഡ് ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ് ഇൻ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. അതാണ് പറയുന്നത് നമ്മുടെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂല് വന്നിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യണതിന്റെ അളവ് കൂടും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മെന്റൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി. അതായത് നമുക്ക് മാനസികപരമായിട്ടും എല്ലാ രീതിയിലും നമുക്ക് എന്തുണ്ടാവും, മെച്യൂരിറ്റി, പക്വത ഉണ്ടാവും. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയറാ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മെനോപോസ് ആണ്. മെനോപോസിന്റെ ഡെഫിനിഷൻ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. മെനോപോസ് എന്താന്നുള്ളത്, മെനോപോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പീരീഡ് വിച്ച് ഒക്കർ ബിറ്റ്വീൻ ഏജ് ഓഫ് 45 to 55. അതായത് ഒരു 45 മുതൽ 55 വയസ്സിന്റെ ഉള്ളിലാണ് എന്ത് നടക്കുന്നത്, മെനോപോസ് നടക്കുന്നത്. ഈ മെനോപോസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രഗ്നന്റ് ആവില്ല അല്ലെ, കുട്ടീനെ ക്യാരി ചെയ്യാനായിട്ട് പറ്റില്ല. മെനോപോസ് മീൻസ് പെർമനന്റ് സെസേഷൻ ഓഫ് മെൻസസ്. അതായത് ആർത്തവം സ്റ്റോപ്പായി അവസാനിക്കുന്ന കണ്ടീഷനെയാണ് പെർമനന്റ് ആയിട്ട് സ്ഥായിയായിട്ട് മെൻസസ്, അതായത് ആർത്തവം നിൽക്കുന്ന, സ്റ്റോപ്പ് ആവുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് സ്റ്റേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെനോപോസ് എന്ന് പറയുന്നത്. ആർത്തവം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെനോപോസ് എന്ന് പറയുന്നത്. ഓവറീസ് ബിക്കം ലെസ് റെസ്പോൺസിബിൾ ടു FSH ആൻഡ് LH സ്റ്റിമുലേഷൻ. ഓക്കെ, ഈ മെനോപോസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഓവറീസിന് എന്തിനുള്ള കഴിവുണ്ടാവില്ല, FSHും LHന്റെ ഒക്കെ സ്റ്റിമുലേഷനുള്ള കഴിവ് കുറയും എന്നാണ് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രതികരണം അല്ലെ. അതായത് ഓവറീസ് ബിക്കം ലെസ് റെസ്പോൺസീവ് ടു FSH ആൻഡ് LH സ്റ്റിമുലേഷൻ. അതായത് FSHും LH സ്റ്റിമുലേഷനും ഒക്കെ അതിന്റെ സ്റ്റിമുലേഷൻ എന്ത് ചെയ്യും, കുറവായിരിക്കും. അതായത് ഈ മെനോപോസ് സംഭവിച്ച സ്ത്രീകളിൽ FSHന്റെയും LHന്റെയും ഒക്കെ സ്റ്റിമുലേഷൻ കുറവായിരിക്കും. FSH എന്ന് പറഞ്ഞാൽ എന്താ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് FSH എന്ന് പറഞ്ഞാല്. LH എന്ന് പറഞ്ഞാല് ലൂട്ടിനൈസിങ് ഹോർമോൺ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഹെൻസ് ഓവുലേഷൻ ആൻഡ് മെൻസ്ട്രൽ സൈക്കിൾ ബിക്കംസ് ഇറഗുലർ ആൻഡ് സ്റ്റോപ്സ് ഇമീഡിയറ്റ്ലി. ഓക്കെ, അതായത് ഈ 45-55 വയസ്സ് കാലഘട്ടത്തിൽ നമ്മുടെ FSHും LHന്റെ സ്റ്റിമുലേഷൻ ഒക്കെ എന്താവും, കുറയണതിന്റെ ഫലമായിട്ട് നമ്മുടെ ഓവുലേഷനും മെൻസ്ട്രൽ സൈക്കിളും ഒക്കെ എന്തായിരിക്കും, ഇറഗുലർ ആയിരിക്കും. ഇറഗുലർ എന്ന് പറഞ്ഞാൽ എന്താ, കൃത്യമായിട്ടായിരിക്കില്ല. ഇപ്പൊ നമുക്കൊക്കെ സാധാരണ അല്ലാത്തവർക്ക് എന്തുണ്ടാവും, ഒരു റെഗുലർ ആണ് അല്ലെ, ഏകദേശം ഒരു 28 ഡേയ്സിന്റെ ഉള്ളിൽ എന്ത് കാണും, നമുക്ക് മെൻസ്ട്രേഷൻ കാണും അല്ലെ. പക്ഷെങ്കിൽ ഈ മെനോപോസ് ഈ 45-55 കാലഘട്ടത്തില് ഈ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഇറഗുലർ ആയിരിക്കും. ഇറഗുലർ ആവാൻ കാരണം എന്താണ്, FSHന്റെയും LH സ്റ്റിമുലേഷൻ ഒക്കെ വളരെ ലെസ് റെസ്പോൺസീവ് ആയിരിക്കും. പിന്നെ അത് അങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ ഇറഗുലർ ആയിട്ട് പിന്നെ അത് എന്താവും, സ്റ്റോപ്പ് ആയി പോവും. ഓക്കെ, ആദ്യം കുറെ ഗ്യാപ്പ് ഇടവിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണും, പിന്നെ അതെന്തായി, അത് സ്റ്റോപ്പ് ആയിട്ട് പോവാണ് ചെയ്യുക. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ചേഞ്ചസ് ഇൻവോൾവ്ഡ് ഇൻ ഫീമെയിൽ ഡ്യൂറിങ് മെനോപോസ്. ഓക്കെ, അതായത് മെനോപോസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സ്ത്രീകളിൽ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഓക്കെ, മെനോപോസ് ഉണ്ടായി കഴിഞ്ഞാൽ സ്ത്രീകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്നാണ് ഫസ്റ്റത്തെ പറയുന്നത് ബ്രസ്റ്റ് ഷ്രിങ്സ്. ഓക്കെ, ബ്രസ്റ്റ് എന്താവും, ചുരുങ്ങും. ഓക്കെ, രണ്ടാമത്തെ പറയുന്നത് ആക്സിലറി ആൻഡ് പ്യൂബിക് ഹെയർസ് ബിക്കം സ്പാർസ്. ഓക്കെ, ആക്സിലറിയും നമ്മുടെ കഷത്തി ആയാലും പ്യൂബിക് ഹെയർസും എന്തായിട്ട് മാറും, സ്പാർസ് ആയിട്ട് മാറും, അതായത് ദുർബലമായിട്ട്. ഓക്കെ, ദുർബലമായിട്ട് മാറും. അട്രോപ്പി ഓഫ് സെക്സ് ഹോർമോൺസ്, അതായത് സെക്സ് ഹോർമോൺസിന്റെ അളവ് കുറയും. പിന്നെന്താ പറയുന്നത് എപ്പിസോഡ്സ് ഓഫ് അൺക്യാരക്ടറിസ്റ്റിക് ബിഹേവിയർ. ഓക്കെ, അതായത് എന്താണ്, നമ്മുടെ ക്യാരക്ടർ തന്നെ ചെറിയ രീതിയിൽ മാറും. ഓക്കെ, പിന്നെ സ്വെറ്റിംഗ്, നല്ലപോലെ വിയർക്കും. പാൽപിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഹൃദയമിടിപ്പിനെയാണ് നമ്മൾ പാൽപിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെ, ഹൃദയമിടിപ്പിൽ ചേഞ്ചസ് സംഭവിക്കും. പിന്നെന്താ പറയുന്നത് ഡിസ്കംഫേർട്ട് ആൻഡ് ഡിസ്റ്റർബൻസ് ഓഫ് നോർമൽ സ്ലീപ്പ് പാറ്റേൺ. നമ്മൾ സാധാരണ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ടൈം ടേബിൾ, ആ ടൈം പാറ്റേണേ മാറും എന്നാണ് പറയുന്നത്. പിന്നെന്താണ് ഡിസ്കംഫേർട്ട്, അതായത് നമുക്കൊരു കംഫർട്ട് അല്ലാത്തൊരു ഫീലിംഗ് തോന്നും. പിന്നെന്താണ് പിന്നെ പറയുന്നത്, നമുക്ക് ആകെ ഒരു അസ്വസ്ഥത തോന്നും അല്ലെ, നമ്മുടെ ഉറക്കത്തിന്റെ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ പാറ്റേൺ മാറും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് എന്താണ് ഫീമെയിൽസിലെ മെനോപോസ് ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ ക്ലിയറാ. ഓക്കെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിസീസ് കണ്ടീഷൻസ് ആണ്, ഇതിന്റെ ഉണ്ടാവുന്ന അബ്നോർമൽ കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റത്തെ കണ്ടീഷൻ പറയുന്നത് അമിനോറിയാണ്. ഇറ്റ് മീൻസ് ആൻ ആബ്സെൻസ് ഓഫ് മെൻസസ് അല്ലെങ്കിൽ മെൻസ്ട്രൽ ഫ്ലൂയിഡ്, അതായത് മെൻസസ് ആവാത്ത ചില കേസിൽ സ്ത്രീകളിൽ എന്തുണ്ടാവില്ല, മെൻസസ് ആവില്ല അല്ലെ, മെൻസസ് ആവാത്ത കണ്ടീഷനെയാണ്, അല്ലെങ്കിൽ മെൻസ്ട്രൽ ഫ്ലൂയിഡ് ഉണ്ടാവാത്ത കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അമിനോറിയ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, അമിനോറിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ആൻ ആബ്സെൻസ് ഓഫ് മെൻസസ്. ഓക്കെ, മെൻസസിന്റെ ആബ്സെൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അമിനോറിയ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മെൻസ്ട്രൽ ഫ്ലൂയിഡ്, അതായത് മെൻസ്ട്രൽ ഫ്ലൂയിഡ് ഉണ്ടാവില്ല, അതാണ് പറയുന്നത് അമിനോറിയ എന്ന് പറയുന്നത്. ഓക്കെ, അമിനോറിയ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് മീൻസ് ആൻ ആബ്സെൻസ് ഓഫ് മെൻസസ് ഉണ്ടാവാത്ത കണ്ടീഷൻ, അല്ലെങ്കിൽ മെൻസ്ട്രൽ ഫ്ലൂയിഡ് ഉണ്ടാവാത്ത കണ്ടീഷനെയാണ് അമിനോറിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തെ ഡിസീസ് കണ്ടീഷൻ പറയുന്നത് ഡിസ്മിനോറിയ ആണ്. എന്താണ് ഡിസ്മിനോറിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് പെയിൻഫുൾ മെൻസ്ട്രേഷൻ ഇൻ വുമൺ comes during first day of menstruation period, often within an hour the start of bleeding. അതായത് എന്താ, ഫസ്റ്റ് നമ്മളിപ്പോ ആ പീരീഡിന്റെ ഡേറ്റ് ആയി കഴിഞ്ഞാൽ ആ ഫസ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യണ ഫസ്റ്റ് ഡേ ഉണ്ടല്ലോ, മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യണ ഫസ്റ്റ് ഡേ ഒരു മണിക്കൂറിന് മുന്നേ ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, എന്താണ്, നമുക്ക് നല്ല കഠിനമായ വേദന ഉണ്ടാവും അല്ലെ, അതാണ് പറയുന്നത്. ഇറ്റ് മീൻസ് പെയിൻഫുൾ മെൻസ്ട്രേഷൻ, വളരെ വേദനകരമായിട്ടുള്ള മെൻസ്ട്രേഷൻ ആണ് ഇൻ വുമൺ. ഓക്കെ, സ്ത്രീകളിൽ എന്താവും, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള മെൻസ്ട്രേഷനെയാണ് നമ്മൾ ഡിസ്മിനോറിയ എന്ന് പറയുന്നത്. ഈ പെയിൻ വന്നു കഴിഞ്ഞാൽ ഡ്യൂറിങ് ഫസ്റ്റ് ഡേ ഓഫ് മെൻസ്ട്രേഷൻ, ഈ വേദന ഉണ്ടാവുന്നത് നമ്മുടെ മെൻസ്ട്രേഷന്റെ ഫസ്റ്റ് ഡേയിലാണ് ഉണ്ടാവുക. പിന്നെന്താണ് ഓഫൺ വിത്തിൻ ആൻ അവർ ദ സ്റ്റാർട്ട്, ഈ വേദന വന്നു കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ എന്ത് സ്റ്റാർട്ട് ചെയ്യും, ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് ഡിസ്മിനോറിയ എന്ന് പറയുന്നത്. ഡിസ്മിനോറിയ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ വേദനയുള്ള മെൻസ്ട്രേഷൻ ആണെന്ന്, അതായത് നമ്മൾ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യണേക്കാളും മുന്നേ, ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യണേക്കാളും മുന്നേ നമുക്ക് എന്ത് ചെയ്യും, ഭയങ്കര വേദനയാവും അല്ലെ, മെൻസ്ട്രേഷന്റെ ഫസ്റ്റ് ഡേയില്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ വേദന തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യും. ഈ കണ്ടീഷനെയാണ് നമ്മൾ ഡിസ്മിനോറിയ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ ഡിസ്മിനോറിയ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലുക്കോറിയ ആണ്. ലുക്കോറിയ എന്ന് പറഞ്ഞാൽ എക്സസീവ് ഡിസ്ചാർജ് ഓഫ് ഫ്ലൂയിഡ് ഫ്രം ദ സെർവിക്സ് ഓഫ് യൂട്രസ്. ഓക്കെ, ലുക്കോറിയ എന്ന് പറഞ്ഞാൽ എന്താ, എക്സസീവ് ഡിസ്ചാർജ് ഓഫ് ഫ്ലൂയിഡ് ഫ്രം ദി സെർവിക്സ് ഓഫ് യൂട്രസ്. ലുക്കോറിയ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഡിസ്ചാർജസ് അല്ലെ, ഫ്ലൂയിഡ് ഫ്രം ദ സെർവിക്സ് ഓഫ് യൂട്രസ്, വജൈന ആൻഡ് അസോസിയേറ്റഡ് ഗ്ലാൻഡ് വിത്ത് അപ്പിയറൻസ് ഓഫ് ഡിസ്ചാർജ് ഓഫ് WBC. അതായത് എന്താ, നമ്മൾ ഈ എക്സസീവ് കൂടുതലായിട്ടുള്ള ഡിസ്ചാർജ് ഫ്ലൂയിഡ് പോവും. ഓക്കെ, അതാണ് പറയുന്നത് എക്സസീവ് കൂടുതലായിട്ടുള്ള അളവിൽ ഡിസ്ചാർജ് ഓഫ് ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വജൈന വഴി ഫ്ലൂയിഡ് ഫ്രം ദ സെർവിക്സ് ഓഫ് ദ യൂട്രസ്, വജൈന ആൻഡ് അസോസിയേറ്റഡ് ഗ്ലാൻസിൽ നിന്നും, യൂട്രസിന്റെ സെർവിക്സിൽ നിന്നും വജൈനയിൽ നിന്നൊക്കെ എന്ത് പോവും, കൂടുതലായിട്ടുള്ള ഡിസ്ചാർജസ് പോവും. അതിൽ എന്തും കൂടി കാണാം, അപ്പിയറൻസ് ഓഫ് ഡിസ്ചാർജ് ഓഫ് WBC,
അതിൽ WBC കൂടി കൂടുതലായിട്ട് കാണുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ല്യൂക്കോറിയ എന്ന് പറയുന്നത്. ല്യൂക്കോ എന്നുള്ള പേര് തന്നെ ല്യൂക്കോസൈറ്റ്സ് ആണല്ലേ നമ്മൾ WBCക്ക് പറയാ. ആ പേരിൽ തന്നെ അറിയാം നമ്മൾ എന്താണ് ഈ പോകുന്ന മെൻസ്ട്രേഷന്റെ സമയത്ത് അല്ലെ പോകുന്ന സെക്രീഷന്റെ കൂടെ അല്ലെങ്കിൽ ബ്ലീഡിങ്ങിന്റെ കൂടെ എന്തും കൂടി ഉണ്ടാവും കൂടുതൽ അളവില് WBCയുടെ കണ്ടന്റും കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ല്യൂക്കോറിയ എന്ന് പറയുന്നത്. ബ്ലീഡിംഗ് ഉണ്ടാവില്ലേ? എന്താണ് ബ്ലീഡിംഗ് ഉണ്ടാവില്ലേ? ബ്ലീഡിങ് ഉണ്ടായിരിക്കും. അതിന്റെ ഒപ്പം തന്നെ ഈ WBCയും കൂടി കൂടുതലായിട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് പോണ കണ്ടീഷനാണ് നമ്മൾ ല്യൂക്കോറിയ. ഇതൊക്കെ റെയർ ആയിട്ട് ഉണ്ടാവുന്ന കേസസ് ആണ് കേട്ടോ. എക്സസീവ് ഡിസ്ചാർജ് ഓഫ് ഫ്ലൂയിഡ്, അതായത് നമ്മൾ കൂടുതലായിട്ട് സാധാരണ നോർമൽ പോണ ബ്ലീഡിങ്ങിനേക്കാളും കൂടുതലായിട്ട് പോകും. എക്സസീവ് എന്ന് പറഞ്ഞാൽ കൂടുതൽ അളവിൽ അല്ലെ ഡിസ്ചാർജ് പോകും. എവിടെ നിന്നൊക്കെ? നമ്മുടെ യൂട്രസിന്റെ സെർവിക്സിൽ നിന്നും. യൂട്രസിന്റെ ഏറ്റവും താഴ്ഭാഗമാണ് സെർവിക്സ്, നമുക്കറിയാം അല്ലെ. നമ്മൾ പാർട്ട് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. യൂട്രസിന്റെ ഏറ്റവും അടിഭാഗമാണ് സെർവിക്സ് വഴിയും പിന്നെന്താണ് വജൈനെ കൂടിയും പിന്നെന്താണ് മറ്റുള്ള അസോസിയേറ്റഡ് ഗ്ലാൻസ് എന്നൊക്കെ സെക്രീഷൻസ് എക്സസീവ് ഡിസ്ചാർജസ് പോകുന്നതിന്റെ ഒപ്പം വിത്ത് അപ്പിയറൻസ് ഓഫ് ഡിസ്ചാർജ് ഓഫ് WBC അതിന്റെ കൂടെ എന്തും കൂടി കാണാൻ പറ്റും നമുക്ക് WBCയും കൂടി കാണാൻ പറ്റും. ഈ കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ല്യൂക്കോറിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? എനിക്ക് സംശയം ഡൗട്ട് ഏതിങ്ങനെ നമ്മളിങ്ങനെ വെള്ളം പോകുന്ന അതിനല്ലേ ല്യൂക്കോറിയ എന്ന് പറയുന്നത്? വൈറ്റ് ഡിസ്ചാർജ് അതല്ലേ ല്യൂക്കോറിയ? നോക്കട്ടെ കേട്ടോ, വൈറ്റ് ഡിസ്ചാർജിനല്ലേ ല്യൂക്കോറിയ എന്ന് പറയുന്നത്? നോക്കട്ടെ ഇപ്പൊ പറയാം. നമ്മളതിന് വേറെ എന്തോ പേര് പറയും. എന്താണ് വെള്ളപ്പൊക്കം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞിട്ട് അസ്ഥി അതെ അസ്ഥി ഉരുക്കുന്നോ അങ്ങനെ എന്തൊക്കെ പേര് പറയത്തില്ലേ? നോക്കട്ടെ ഒന്നും കൂടി റെഫർ ചെയ്തിട്ട് പറയാം മിസ്സേ. വൈറ്റിഷ് ആയിട്ടുള്ള ഫ്ലൂയിഡ് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നതിനെ പറയുന്നത് കേട്ടോ. ഫ്ലോ ഓഫ് വൈറ്റിഷ്. ഓക്കെ, അതാണ് എക്സസീവ് ഡിസ്ചാർജ്. അതായത് നമ്മൾ അത് യൂട്രസിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ യൂട്രസിന്റെ സെർവിക്സിൽ നിന്നും വജൈനയിൽ നിന്നും പിന്നെന്താണ് പറയുന്നത് മറ്റുള്ള അനുബന്ധ ഗ്ലാൻഡിൽ നിന്നൊക്കെ വരുന്ന ഡിസ്ചാർജസിന്റെ ഒപ്പം എന്തും കൂടി ഉണ്ടായിരിക്കും WBCയും കൂടി കാണപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ കണ്ടീഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ല്യൂക്കോറിയ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ ല്യൂക്കോറിയ? WBCയുടെ വേറെ പേരാണ് എന്തെന്ന് പറയുന്നത് ല്യൂക്കോസൈറ്റ്സ് അല്ലെ. ഓക്കെ, അപ്പൊ ആ പേരൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ല്യൂക്കോറിയയിൽ എന്തും കൂടി കാണപ്പെടും. നമ്മളെ സാധാരണ നമ്മുടെ യൂട്രസിന്റെ സെർവിക്സിൽ നിന്നും വജൈനയിൽ നിന്നും പിന്നെ മറ്റുള്ള ഗ്ലാൻഡ്സിൽ നിന്നൊക്കെ വരുന്ന സെക്രീഷന്റെ കൂടെ എന്തും കൂടി ഉണ്ടായിരിക്കും WBCയും കൂടി ഉണ്ടായിരിക്കും അല്ലെ. ഈ കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ല്യൂക്കോറിയ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ അത് ല്യൂക്കോറിയ? ഗാലക്ടോറിയ എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് എക്സസീവ് ഫ്ലോ ഓഫ് മിൽക്ക് ഫ്രം ദ ബ്രസ്റ്റ്. ഓക്കെ, അതായത് നമ്മുടെ ബ്രസ്റ്റിൽ കൂടെ കൂടുതലായിട്ട് മിൽക്ക് ഫ്ലോ ചെയ്ത് വരുന്ന കണ്ടീഷൻ. ഇറ്റ് മീൻസ് എക്സസീവ് ഫ്ലോ ഓഫ് മിൽക്ക് ഫ്രം ദ ബ്രസ്റ്റ്. ബ്രസ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ബ്രസ്റ്റിൽ നമ്മുടെ മാമറി ഗ്ലാൻഡ്സ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. ബ്രസ്റ്റിലുള്ള മാമറി ഗ്ലാൻഡ്സ്, ബ്രസ്റ്റിൽ ഒരു ഗ്ലാൻഡ് ഉണ്ട് മാമറി ഗ്ലാൻഡ് എന്നാണ് പേര്. ഈ മാമറി ഗ്ലാൻഡ് ആണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഈ മാമറി ഗ്ലാൻഡ് കൂടുതലായിട്ട് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗാലക്ടോറിയ എന്ന് പറയുന്നത്. എന്താ പറയുന്നത് ഗാലക്ടോറിയ എന്ന് പറയുന്നത്. ഗാലക്ടോറിയ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മൈഗ്രെയിൻ ആണ്. മൈഗ്രെയിൻ നമുക്കറിയാം അല്ലെ. നമ്മളെ കഠിനമായിട്ടുള്ള ഒരു തലവേദന പോലത്തെ കേസാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത് അല്ലെ. ഇറ്റ് മീൻസ് റിക്കറിങ് എന്താ ആവർത്തിച്ച് വരിക. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് വരിക. റിക്കറിങ് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് വരുന്ന പാരോക്സിസ്മാൾ എന്ന് പറഞ്ഞാൽ എന്താ രോഗമൂർച്ച, കഠിനമായിട്ടുള്ള ഹെഡേക്ക്, കഠിനമായിട്ടുള്ള അർത്ഥം കേട്ടോ. പാരോക്സിസ്മാൾ എന്ന് പറഞ്ഞാൽ എന്താ കഠിനമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഹെഡേക്ക്. ഓക്കെ, ഹെഡേക്ക് മോസ്റ്റ്ലി ഒക്കർ കൂടുതലായിട്ടും ഇത് എവിടെ ഉണ്ടാവുന്നത് എങ്ങനെ യൂണിലേറ്ററൽ അസോസിയേറ്റഡ് വിത്ത് നോസിയ വോമിറ്റിംഗ്. ഒന്നിക്ക് ഇത് ഒറ്റയ്ക്ക് ഈ തലവേദന മാത്രം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ തലവേദനയോടനുബന്ധിച്ച് യൂണിലേറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ ഏകപക്ഷീയമായിട്ട് അത് മാത്രം എന്നുള്ളത് നമ്മൾ പറയില്ലേ. ഒന്നിക്ക് കഠിനമായ തലവേദന മാത്രം ഉണ്ടാവും അല്ലെങ്കിൽ ഈ തലവേദനയുടെ കൂടെ എന്തും കൂടി കാണപ്പെടും നോസിയോ ഛർദ്ദിക്കാൻ വരുന്ന കണ്ടീഷനോ അല്ലെങ്കിൽ ഛർദിയോ
അല്ലെങ്കിൽ നമുക്ക് കാഴ്ചക്കുള്ള ബുദ്ധിമുട്ടോ അതൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ. ഫീമെയിൽ ഡ്യൂറിങ് മെൻസ്ട്രൽ സൈക്കിൾ, സ്ത്രീകളിൽ ഇത് എന്താണ് മെൻസ്ട്രൽ സൈക്കിളിന്റെ സമയത്തൊക്കെ ഇങ്ങനെ ഈ മൈഗ്രെയിൻ ഉണ്ടാവാറുണ്ട്. ഓക്കെ. മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന വളരെ കഠിനമായ തലവേദനയാണ് എന്തെന്ന് പറയുന്നത്, മൈഗ്രെയിൻ എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ഒക്കർ യൂണിലാറ്ററൽ, അതായത് ഇത് കൂടുതലായിട്ടും ഒന്നിക്കത് ഒറ്റയ്ക്കായിരിക്കാം കാണാം. ഈ മൈഗ്രെയിൻ മാത്രമേ ചിലവർക്ക് ഉണ്ടാവുള്ളൂ. ചിലവർക്ക് ഈ മൈഗ്രെയിൻ്റെ ഒപ്പം നോസിയ ഉണ്ടായിരിക്കും, ഓക്കാനം വരിക, പിന്നെന്താണ് വൊമിറ്റിംഗ്, ഛർദി ഉണ്ടായിരിക്കും. ആൻഡ് വിഷ്വൽ ഡിസ്റ്റർബൻസസ്, അതായത് നമുക്ക് കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇൻ ഫീമെയിൽ ഡ്യൂറിങ് മെൻസ്ട്രൽ സൈക്കിൾ, ഫീമെയിൽസിൽ ഇത് ഏത് സമയത്ത് കാണപ്പെടുന്നുണ്ട്, മെൻസ്ട്രൽ സൈക്കിളിന്റെ സമയത്ത് കാണപ്പെടുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? നമ്മുടെ അനാട്ടമി റിവിഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. ഓക്കെ. Dash is the question നോക്കാം നമുക്ക്. Dash is the process by which genetic material is passed from one generation to another generation and thus maintains continuation of species. That is the mechanism by which thread of life is sustained. ഈ പ്രോസസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. മെനോപോസ്, പ്യൂബർട്ടി, റീപ്രൊഡക്ഷൻ, മെൻസ്ട്രേഷൻ. Reproduction. Dash next question നോക്കാം. Dash is the age at which all internal reproductive organs reach maturity. Options പറയാം. menopause, puberty, reproduction, menstruation. Puberty. Okay. മൂന്നാമത്തെ question. Dash is the period which occurs between the age of 45 to 55 years and marks the end of childbearing period, or it means permanent cessation of menses. Options പറയാം. puberty, menopause, reproduction, ovulation. Menopause. Next question. The process of maturation of Graafian follicle and liberation of ovum is termed as dash. Options പറയാം. puberty, ovulation, reproduction, menopause. Ovulation. Next question. Dash is the process of fusion of spermatozoa with the ovum, which normally takes place in the ampulla part of the fallopian tube. Options പറയാം. semen, ovulation, fertilization, spermatogenesis. Fertilization. Next question. The periodic discharge of blood, ovum, mucus and cellular debris from the uterus to vagina at about 28 days interval is called dash. Options പറയാം. ovulation, menstruation, puberty, spermatogenesis. Menstruation. Next question. Dash are two oval shaped bodies, one on each side in the scrotum. Options പറയാം. penis, testis, urethra, prostate glands. Testis. Next question. Dash is a motile living male gamete produced by the seminiferous tubule of the testis. Options പറയാം. testis, sperm, semen, none of above. Sperm. Okay. Next question. Dash is a fluid ejaculated from urethra of male during coitus. Options പറയാം. testis, semen, sperm, none of above. ഏതാണ്? semen. Okay. Next question. Dash is the age of maturity at which all the reproductive organs reach maturity. Puberty. Options പറയാം. fertilization, puberty, menstruation, ovulation.
puberty. പ്യൂബർട്ടി. ഓക്കെ, എല്ലാരും നോക്കാണ്ടാണല്ലോ പറയണല്ലേ? നോക്കാണ്ടല്ലേ പറയണേ? ആ, ഓക്കെ. ഡാഷ് മീൻസ് recurring paroxysmal headache mostly occurs unilaterally associated with nausea, vomiting and visual disturbances. Options പറയാം: leukorrhea, dysmenorrhea, migraine, menstruation. Migraine. Migraine. Okay. Next question. Dash means excessive flow of milk from the breast. Options പറയാം: galactorrhea, dysmenorrhea, leukorrhea, none of above. Galactorrhea. Okay. Excessive discharge of fluid from the cervix of uterus, vagina associated glands with appearance of discharge of WBCs. Options പറയാം: amenorrhea, leukorrhea, galactorrhea, dysmenorrhea. Leukorrhea. Leukorrhea. Next question. Dash means painful menstruation in woman comes during first day of the menstruation period, often within an hour the start of bleeding. Options പറയാം: leukorrhea, amenorrhea, dysmenorrhea, none of above. Dysmenorrhea. Dysmenorrhea. Okay. നെക്സ്റ്റ് പറയുന്നത് ഡാഷ് മീൻസ് ആൻ ആബ്സെൻസ് ഓഫ് മെൻസസ് ദാറ്റ് ഈസ് മെൻസ്ട്രൽ ഫ്ലൂയിഡ്, അതായത് മെൻസ്ട്രൽ ഫ്ലൂയിഡ് ആബ്സെൻസ് ആയത് കണ്ടീഷൻ അല്ലെ? ഓപ്ഷൻസ് പറയാം: അമിനോറിയ, ഗാലക്ടോറിയ, ഡിസ്മിനോറിയ, ലൂക്കോറിയ. Amenorrhea. Amenorrhea. Okay. Dash is a period which occurs between the age of 45 to 55 years and marks the end of childbearing period. Options പറയാം: spermatogenesis, menopause, lactation, oogenesis. Menopause. Menopause. These are two female sex organs situated near the kidney on either side of the uterus. Options പറയാം: uterus, cervix, ovary, vagina. Ovaries. Ovary. Dash is a thick muscular pear-shaped bag situated between the urinary bladder and rectum. It measures about 8 cm in length, 5 cm in breadth, 2 cm in thickness. Options പറയാം: cervix, uterus, vagina, ovary. Uterus. Uterus. The process of production of sperms from the immature germ cells in males. Options പറയാം: menstruation, spermatogenesis, oogenesis, none of above. Spermatogenesis. Spermatogenesis. The total length of spermatozoon: 35 to 45 mu, 45 to 55 mu, 55 to 65 mu, none of above. 55 to 65. 55 to 65 mu. Okay. ഇപ്പൊ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇടയിൽ നിന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്നുണ്ടോ നോക്കിയോട്ടെ. Dash is a spherical and largest part of the cell. Okay. Dash is spherical and largest part of the cell. Options നോക്കാം: Golgi apparatus, cell, nucleus, mitochondria. Nucleus. Okay.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Dash is the study of function of the body as a whole and functions of individual structures and systems present in the body. Options പറയാം: cytology, physiology, anatomy, pathology. Physiology. Physiology, okay. What is the smallest basic living structural and functional unit of the body? Options പറയാം: cell, tissue, organ, nucleus. Cell. Cell. A group of cells having similar physical characters and same functions is called dash. Options പറയാം: mitochondria, organ, cell, tissue. 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 Dash is a spherical and largest part of the cell. Options പറയാം: Golgi apparatus, cell, nucleus, mitochondria. Nucleus. Nucleus. Dash contains nuclear membrane, nucleospasm, nucleoli, and genetic material DNA. Options പറയാം: mitochondria, nucleus, cell, Golgi apparatus. Nucleus. 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 Dash is a network of membrane continuous with cell membrane and nuclear membrane. Options പറയാം: Golgi apparatus, nucleus, endoplasmic reticulum, mitochondria. Endoplasmic reticulum. Endoplasmic reticulum. Dash consists of 4 to 8 flattened bag-like channels stocked upon each other with expanded areas at the ends. Options പറയാം: endoplasmic reticulum, Golgi apparatus, nucleus, mitochondria. Golgi apparatus. Golgi. Golgi apparatus, okay. What is the powerhouse of the cell? Options പറയാം: endoplasmic reticulum, Golgi apparatus, nucleus, mitochondria. Mitochondria. Okay. Mitochondria. Dash is a membrane which covers and protects the cell and surrounds the cytoplasm. Options പറയാം: endoplasmic reticulum, mitochondria, cell wall, wall. nucleus. Cell wall. Cell wall. Which of the following cell organelles contain cristae? Options പറയാം: Golgi apparatus, mitochondria, plastid, lysosome. Mitochondria. Lysosome. ഏതാണ്? Mitochondria. Mitochondria. ഏതാ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽസ് കണ്ടെയ്ൻ ക്രിസ്റ്റേ? ഇതിൽ ഏതാണ് ക്രിസ്റ്റേ അടങ്ങിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. മൈറ്റോകോൺട്രിയൽ ആണ് ക്രിസ്റ്റേ അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റൈബോസോംസ് ആർ സൈറ്റ്സ് ഫോർ ഡാഷ്. റൈബോസോമിൽ വെച്ച് നടക്കുന്നത്. ഇത് നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? റൈബോസോംസ് ആർ സൈറ്റ്സ് ഫോർ ഡാഷ്. റൈബോസോംസിൽ വെച്ചിട്ട് എന്താ നടക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം: പ്രോട്ടീൻ സിന്തസിസ്, ഫോട്ടോസിന്തസിസ്, ഫാറ്റ് സിന്തസിസ്, റെസ്പിറേഷൻ. Protein synthesis. പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസ് ആണ് നടക്കുന്നത്. നെക്സ്റ്റ് റൈബോസോംസ് ആർ ഫോംഡ് ഓഫ് ഡാഷ്. ഓപ്ഷൻസ് പറയാം: DNA and RNA, RNA and protein, DNA and protein, RNA and amino acids. RNA and protein. RNA and protein. RNA and protein. Okay. Which is the largest body cell? ഏതാണ് ലാർജസ്റ്റ് ബോഡി സെൽ എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം: RBCs, ന്യൂക്ലിയസ്, ഓസ്റ്റിയോസൈറ്റ്സ്, സ്പേംസ്. Nucleus. ന്യൂക്ലിയസ്. Which of the following is an unicellular organism? Options പറയാം: amoeba, earthworm, elephant, monkey. Amoeba. Amoeba. The full form of DNA is. Options പറയാം: deoxyribonucleic acid, delta nucleic acid, deoxyribonucleic acid, deoxynucleic acid. Deoxyribonucleic acid. Deoxyribonucleic acid. Okay. Plasma membrane is made up of which organic molecules? Options പറയാം: carbohydrates, vitamin, lipids and protein, roughage. Lipids and proteins.
lipids and proteins. Okay. Chromosomes are located in the dash. Options പറയാം Golgi bodies, nucleus, vacuoles, plastids. Nucleus. Nucleus. Okay. The energy-rich compound formed during respiration is called dash. Options പറയാം pyruvate, lactic acid, ADP, ATP. 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 What is a cell? Options പറയാം smallest and advanced unit of life. രണ്ടാമത്തെ ഓപ്ഷൻ smallest and basic unit of life. Third, largest and basic unit of life. നാലാമത്തെ വരുന്നത് largest and advanced unit of life. Smallest and basic unit of life. Okay, smallest and basic unit of life. Which of the following is known as the suicide bag of a cell? സെല്ലിന്റെ suicide bag എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിക്കുന്നത്. മൈറ്റോകോൺട്രിയ, ഗോൾഗി കോംപ്ലക്സ്, ലൈസോസോം, ന്യൂക്ലിയായി. Lysosome. Okay. Which of the following cell does not contain a cell wall? Options പറയാം plant cell, bacteria, fungi, animal cell. Animal cell. Animal cell. Okay. The joint between head and upper jaw is an example of dash. Options പറയാം ball and socket joint, hinged joint, fixed joint, none of above. Fixed joint. Fixed joint. Okay. The joint where our neck joins the head is a. The joint where our neck joins the head is a dash. Options പറയാം ball and socket joint, pivotal joint, hinge joint, more than one of above. Pivotal joint. Pivotal joint. Okay. During heavy exercise, we get cramps in the legs due to the accumulation of dash. Options പറയാം carbon dioxide, lactic acid, alcohol, none of above. Lactic acid. Lactic acid. Where is malleus bone located in our body? Options പറയാം middle ear, outer ear, pinna, none of above. Middle ear. Middle ear. Okay. Which of the following is moving skull bone? Options പറയാം femur, mandible, atlas, tibia. Mandible. 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 Which is the longest muscle in the body? Options പറയാം soleus, gracilis, trapezius, sartorius. 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 Which of the following is an example of a hinge joint? Options പറയാം between humerus and pectoral girdle, between knee joints, between carpals, between carpal and metacarpal. Between knee joint. Between knee joint. Okay. Next question, how many bones are there in human spinal column? Options പറയാം 33, 32, 31, 30. 33. എത്രയാണ്? 33. 33. Okay. How many canine teeth does an adult human have? Option 3, 8, 2, 4. 4. 4. Dash are connective tissue which connect two bones to each other. Options പറയാം tendons, muscles, cartilages, ligaments. 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 Okay. Dash is the bony framework of the body which supports and protects the soft tissues of the body and provides levers for locomotion. Options പറയാം skeleton, bone, articulation, ribs. Skeleton. Skeleton. Okay. Dash is the hardest connective tissue in the body which provides framework of the body and gives mechanical support and shape to the body. Options പറയാം skeleton, bones, ribs, articulation. Bones. Bones. Okay. Next question.
Dash bones are found in the limbs and consist of elongated shaft with 2 extremities. Options പറയാം short bones, long bones, irregular bones, flat bones. Long bone. Long bone. Long bones. Dash bones have no shaft but consist of smaller masses of spongy bone surrounded by a shell of compact bone. Options പറയാം long bone, short bone, irregular bone, flat bones. Short bone. Short bone. Short bones, okay. Dash bones do not have a definite shape. Options പറയാം sesamoid bone, long bone, short bone, irregular bones. Irregular bone. Irregular bone. Irregular bones, okay. Dash bones have 2 layers of compact bone between which there is a layer of cancellous bone. Options പറയാം sesamoid bone, flat bone, irregular bone, short bones. Flat bone. Flat bone. Flat bones, okay. Dash are small bones which are developed in the tendons around the certain joints. Options പറയാം flat bone, sesamoid bone, irregular bone, short bone. Sesamoid bone. Sesamoid bone. Sesamoid bone. The part of skeleton present along the axis is known as dash. Options പറയാം appendicular skeleton, axial skeleton, joint skeleton, none of above. Axial. Axial. Axial skeleton, okay. The bones which are situated at the side of the axis are known as dash. Options പറയാം axial skeleton, appendicular skeleton, sphenoid skeleton, occipital skeleton. Appendicular skeleton. Appendicular skeleton. Dash is a long, flexible, curved, bony rod made up of irregular bones. Options പറയാം skeleton, vertebral column, bone, articulation. Vertebral column. Vertebral column. Vertebral column, okay. The place where 2 or more bones join together is called a dash. Options പറയാം vertebrae, bone, articulation, skeleton. Articulation. Articulation. In dash type of joint, there is no movement between the bones. There is a fibrous tissue between the ends of bones. Options പറയാം fixed joint, slightly movable joint, synovial joint, none of above. Fixed joint. Fixed joint. Fixed joint, okay. What is an example of fixed joint? ഒരു എക്സാമ്പിൾ ആണ് ചോദിക്കുന്നത്. Joint between hip bone. First option joint between hip bone. രണ്ടാമത്തെ joint between bone of the skull. മൂന്നാമത്തെ joint between the bodies of vertebrae. നാലാമത്തെ option joint between arms. Joint between skull. Joint between bone of the skull. Joint between bone of the skull option. Next question. The total number of bones in an adult human are dash. Options പറയാം 208, 206, 350, 260. 206. 206, okay. Dash joints which allow free movements to the articulating bones. എന്താണ് dash joints which allow free movements to the articulating bones. Options പറയാം cartilaginous joint, synovial joint, fixed joint, none of above. Synovial joint. Cartilage. ഏതാണ് Synovial joint. ഒന്നും കൂടി പറയാം question. Dash joint which allow free movement to the articulating bones. Options പറയാം cartilaginous joints, synovial joints, free joints, none of above. Carticulation. Synovial joint. Synovial joint. Synovial joint ആണ് ആൻസർ വരുന്നത്. Next question. In dash type of joint, a globular head of one bone fits into a cup-shaped socket of another bone, which provides free movement. Options പറയാം shoulder joint, ball and socket joint, hip joint, hinge joint. Ball and socket joint. Ball and socket joint, okay. Dash joints allow the movements in one direction only. Options പറയാം hip joint, elbow joint, hinge joint, knee joint. Hinge joint. Hinge joint. Dash joint present between scapular and humerus.
ഓപ്ഷൻസ് പറയാം. ഷോൾഡർ ജോയിന്റ്, ഹിപ്പ് ജോയിന്റ്, ഹിഞ്ച് ജോയിന്റ്, നീ ജോയിന്റ്. shoulder joint, ഷോൾഡർ ജോയിന്റ്. ഓക്കെ. ഡാഷ് ജോയിന്റ് പ്രസന്റ് ബിറ്റ്വീൻ ഹിപ്പ് ബോൺ ആൻഡ് ഫെമർ. ഓപ്ഷൻസ് പറയാം. ഹിഞ്ച് ജോയിന്റ്, ഹിപ്പ് ജോയിന്റ്, ഷോൾഡർ ജോയിന്റ്, എൽബോ ജോയിന്റ്. hip joint, hip joint, ഹിപ്പ് ജോയിന്റ് ആണ്. ഡാഷ് ജോയിന്റ്സ് അലോ ദ മൂവ്മെന്റ് ഇൻ വൺ ഡയറക്ഷൻ ഓൺലി. ഓപ്ഷൻസ് പറയാം. ഹിപ്പ് ജോയിന്റ്, ഹിഞ്ച് ജോയിന്റ്, ഷോൾഡർ ജോയിന്റ്, എൽബോ ജോയിന്റ്. hinge joint, Hinge joint. How many cranial bones present in axial skeleton? Options പറയാം. 7 cranial bones, 8 cranial bones, 10 cranial bones, 12 cranial bones. 8, 8 cranial bones. Okay. How many facial bones present in axial skeleton? 13 facial bones, 8 facial bones, 12 facial bones, 14 facial bones. 14, 14 facial bones. Okay. Dash joint present between humerus and radius ulna. Options പറയാം. Knee joint, elbow joint, hinge joint, hip joint. knee joint, el- ഏതാണ്? elbow joint, Elbow joint. Okay. Dash joint present between femur and tibia fibula. Options പറയാം. Elbow joint, knee joint, hip joint, shoulder joint. knee joint, Dash joints allow the movements like a hinge but in two directions. Options: hinge joint, double hinge joint, hip joint, shoulder joint. double hinge joint, Double hinge joint. In dash joint, articulating surfaces of the bones glide or slide over each other, allowing free movement in all directions. Double hinge joint, shoulder joint. gliding joint, Gliding joint. In dash joint, one bone turns on another and movement is around the axis. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാല് in dash joint, one bone turns on another and movement is around the axis. Options പറയാം. Pivot joint, gliding joint, double hinge joint, elbow joint. pivot joint, Pivot joint. Okay. അടുത്ത question. In dash joint, one bone is movable on another bone in many directions. Options പറയാം. Pivot joint, saddle joint, gliding joint, hinge joint. saddle joint, saddle, ഏതാണ്? ഏതാണ് ആൻസർ പറഞ്ഞേ? saddle joint, ഓക്കെ, സാഡിൽ ജോയിന്റ് ആണ്. ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സാഡിൽ ജോയിന്റ്. സാഡിൽ ജോയിന്റ് എക്സാമ്പിൾ ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. knee joint, thumb joint, radio ulnar joint, elbow joint. thumb joint, Thumb thumb joint. joint, Dash is an example of pivot joint. Pivot joint example ആണ് ചോദിക്കുന്നത്. Radio ulnar joint, saddle joint, gliding joint, thumb joint. radio radio ulnar ulnar joint, joint, Radio ulnar joint. In synovial joint, there is a small cavity between articulating surface of the bones is called a dash. Options പറയാം. Articulating fluid, cerebrospinal fluid, synovial cavity, synovial membrane. synovial cavity, Synovial cavity. The synovial cavity is filled with a thick sticky fluid is called dash. Options പറയാം. Articulating fluid, synovial membrane, CSF. synovial, synovial fluid, Synovial fluid. The synovial fluid is surrounded by a membrane is called dash. Options പറയാം. Articulation membrane, cellular membrane, synovial membrane, nuclear membrane. synovial, synovial fluid, Synovial membrane. The female pubic arc is dash. Options പറയാം. Big, wider, narrow, small. wider, Wider.
Dash are long curved bones which form thoracic cage. Options പറയാം bones, joints, ribs, skeleton. Ribs. Ribs. How many ribs in thoracic? Options പറയാം 7 pairs, 8 pairs, 12 pairs, 10 pairs. 12 pairs. 12 pairs, okay. First 7 pairs of ribs which are directly joined to sternum in front and to the vertebral column behind are called a dash. Options പറയാം false ribs, floating with 2 ribs, none of above. True ribs. 2 ribs, okay. The next 3 pairs of the ribs are joined to the 7th rib and not directly to the sternum are called a dash. Options false ribs, true ribs, floating ribs, none of above. False. False ribs, okay. The last 2 pairs of ribs which are joined to the vertebral column only are known as dash. Options പറയാം true ribs, false ribs, floating ribs, none of above. Floating ribs. Floating ribs. Dash are strong, fibrous, immovable joints between the bones of skull. Options പറയാം articulation, parietal bone, sutures, occipital bone. Sutures. Sutures. Several cavities or chambers present in the bones of skull are known as dash. Options പറയാം sutures of skull, sinuses of skull, compact bone of skull, none of above. Sinuses of skull. Sinuses of skull. അടുത്ത question. Inflammation of joint is called a dash. Options പറയാം rheumatism, arthritis, gout, none of above. Arthritis. Arthritis. Inflammation of joint is called ഏതാണ് പറഞ്ഞത് നമ്മള് arthritis ആണ് കേട്ടോ. Deposited in the joints and give pains in the joint. Options പറയാം arthritis, gout, rheumatism, none of above. Rheumatism. ഒന്നും കൂടി പറയാം question. Dash is a condition where uric acid crystals are deposited in the joints and give pain in the joint. Options പറയാം arthritis, gout, rheumatism, none of above. Gout. Gout. When the bones have a deficiency of calcium and they become relatively more fragile, the condition is known as dash. Options പറയാം osteopenia, പിന്നെ ഏത് പറയുന്നു osteomalacia, osteoporosis, osteoarthritis. Osteoporosis. Osteoporosis. When the bone is broken, the condition is called dash. Options fractions, fracture, fragile, none of above. Fracture. Fracture. Okay. When the bone is displaced from its original position, it is called a dash. Options പറയാം gout, dislocation of bones, fracture of bones, osteoporosis. Dislocation of bone. Dislocation of bones. Okay. Study of tissue is called a dash. Options പറയാം physiology, cytology, histology, none of above. Histology. Histology. Dash types of tissues give covering to the body organs and various cavities, including mainly digestive passages. Question പറയാം. Dash types of tissues give covering to the body organs and various cavities, including mainly digestive passages and respiratory system. Options പറയാം nervous tissue, epithelial tissue, muscular tissue, connective tissue. Epithelial tissue. Epithelial tissue. Epithelial tissue. Which is the gray matter of nervous system?
ഓപ്ഷൻസ് പറയാം. ആക്സോൺ, ഡെൻഡ്രൈറ്റ്സ്, നെർവ് സെൽസ്, മൈലിൻ ഷീത്ത്. nerve cell, Nerve cells. Dash is a membrane which covers and protects axon and contains axoplasm. Options പറയാം. Dendrites, exolemma, nerve cell, none of the above. exolemma, Exolemma. Motor neurons also known as dash. Options പറയാം. Intercalated neurons, efferent neurons, afferent neurons, none of the above. afferent neuron. efferent neuron, ഇഫറന്റ് ആണ് അല്ലെ, EFF ആണ്. ഇഫറന്റ് ന്യൂറോൺസ് ആണ് വരിക. The process of formation of RBCs in the red bone marrow is called dash. Options പറയാം. Erythropoiesis, thrombosis, embolism, thrombosis. Thrombosis. ഒന്നുകൂടി പറയാം. erythropoiesis, ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാം. The process of formation of RBCs in the red bone marrow is dash. Options പറയാം. Erythropoiesis, thrombosis, embolism, none of above. erythropoiesis, Erythropoiesis. The total lifespan of RBCs is dash. 80 days, 120 days, 140 days, 180 days. 120 days. 120 days, 120 days. Dash is the fluid remaining after formation of clot. Dash is a fluid. Dash is the fluid remaining after formation of clot. Options പറയാം. Globulin, albumin, blood serum, thrombosis. blood cell, Blood serum. The process of taking the food in the alimentary canal is called dash. The process of taking the food into the alimentary canal is called dash. Options പറയാം. Digestion, mastication, ingestion, absorption. Ingestion. Ingestion. Okay. When blood appears in urine, the condition is called dash. Option പറയാം. Hematuria, glucosuria, proteinuria, ketonemia. Hematuria. Hematuria. The exchange of gases occurring between atmosphere and the body cells is known as dash. Options പറയാം. Expiration, pause, respiration, inspiration. Expression. ഏതാണ്? Expression. Respiration. Okay. The glands having duct which secrete the enzymes or juices on the outer surface of the organs are called dash. Options പറയാം. Endocrine glands, exocrine glands, thyroid glands, pituitary glands. Endocrine gland. The glands having duct ഉണ്ട് which secrete enzymes or juice. എൻസൈംസിനെ അല്ലെങ്കിൽ ജ്യൂസിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത് എവിടെ? ഔട്ടർ സർഫസ് ഓഫ് ദി ഓർഗൻസ്. ഓർഗൻസിന്റെ പുറമുള്ള ഭാഗത്ത് ഇത് എൻസൈമിനെയോ ജ്യൂസിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇതിന് ഡക്റ്റ് ഉണ്ട്. ഓക്കെ, ഏതാ പറയുന്നത് വെച്ചാല് എൻഡോക്രൈൻ ഗ്ലാൻഡ്, എക്സോക്രൈൻ ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. Exocrine gland. എക്സോക്രൈൻ ഗ്ലാൻഡ്. എൻഡോക്രൈൻ ഗ്ലാൻഡിനെ ഉൽപ്പാദിപ്പിക്കുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ് Hormone. ഹോർമോൺസ് ആണ് അല്ലെ.
എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ് എൻസൈംസിനും ജ്യൂസസിനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ. Dash is a disorder caused by hypoactivity of pituitary gland. Options പറയാം: dwarfism, gigantism, acromegalic goiter. Gandhism. Dash is a disorder caused by hypoactivity of pituitary gland. Pituitary glandന്റെ hypoactivity, കുറവ് activity Dwarfism. dwarfism. Dash is a disorder caused by hyperactivity of pituitary gland. Pituitary glandന്റെ hyperactivity മൂലമുണ്ടാകുന്ന അസുഖമാണ് dwarfism, gigantism, acromegalic goiter. Gigantism. Gigantism. ഏതാണ്? Gigantism. 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 Okay. Dash is an anterior transparent epithelial membrane, slightly curved or convex, and is continuous with the sclera. Options പറയാം: lens, cornea, iris, retina. Cornea. 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 Dash is also called as window of eye. Options Cornea. പറയാം: iris, cornea, lens, none of above. ഏതാണ്? Cornea. 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 The central aperture of the iris is known as dash. Options പറയാം: iris, pupil, lens, cornea. Irish. The central aperture of the iris is known as irisന്റെ central aperture. Okay. Pupil. Options പറയാം: കേൾക്കുന്നില്ല. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുവിധമൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. കേൾക്കുന്നില്ലല്ലോ. ഹലോ, കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായി. ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എല്ലാതും കവർ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ആയാലും പോർഷൻസ് ആയാലും ഒക്കെ ഞാൻ ചോദിച്ചതിന് എല്ലാവരും മറുപടി പറഞ്ഞിട്ടുണ്ട്, ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സന്തോഷമുണ്ട്. പഠിക്കുന്നുണ്ട് എല്ലാവരും മനസ്സിലായി. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫാർമക്കോഗ്നോസി എടുക്കാം. ഓക്കെ. നോട്ട് ഇല്ലല്ലോ അല്ലെ? നോട്ട് ക്ലാസ് റൂമിൽ ഇടാൻ പറയാം. ഉണ്ടോ? ക്ലാസ് റൂമിൽ ഉണ്ടോ? ഷെയർ ചെയ്തുണ്ടോ? നോട്ട് ഉണ്ടോ? ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ലേ മുന്നത്തെ ക്ലാസ്സിലെ? ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ലേ? ഉണ്ടോ? എക്സാം എന്നത്തേക്കായിരിക്കും അപ്പം? എക്സാം നമ്മൾ കോഗ്നോസി ക്ലാസ് ഒന്നും കൂടി എടുത്തിട്ട് അതിന്റെ റിവിഷനും കൂടി കഴിഞ്ഞിട്ടായിരിക്കും എക്സാം. നമ്മൾ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് ഇല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട്. കോഗ്നോസി ഇപ്പം അധികം ദിവസം വേണ്ടി വരില്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.